لنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد. إن الذين كفروا لن تغني عنهم أموالهم ولا أولادهم من الله شيئا وأولئك هم وقود النار. كدأب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب. قل للذين كفروا ستغلبون وتحشرون إلى جهنم وبئس المهاد. قد كان لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. الحمد لله رب العالمين. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ കൂടലും പിരിയലും നിന്റെ പൊരുത്തത്തിലും സന്തോഷത്തിലുമാക്കി തരണേ അല്ലാഹ്. ഇതൊക്കെ നിന്റെ സ്വർഗം വാങ്ങാനുള്ള കാരണമാക്കി മാറ്റിത്തരണേ അല്ലാഹ്. പടച്ചോനെ, അർഹമുർ-റഹീമായ റബ്ബേ, നിന്റെ സ്വർഗത്തിൽ കുടുംബസമേതം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സൂറത്തു ആലി ഇംറാൻ അതിന്റെ 7 വചനങ്ങളാണ് നാം ചർച്ച കഴിഞ്ഞത്. ഇനി 8ാം വചനം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹി ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. വല്ലാത്ത വചനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ശരിക്ക് സ്വസ്ഥമായിട്ട് വിശദീകരിക്കാൻ ഒരുങ്ങിയാൽ എത്ര കാലം പറഞ്ഞാലും തീരൂല. അത്രയും സുന്ദരമായ വചനമാണ് ഇപ്പോൾ ഓതി വെച്ച ആ വചനം. മുഅ്മിനീങ്ങൾ നടത്തുന്ന പ്രാർത്ഥന, അവര് മുതശാബിഹായ ആയത്തുകളുടെ പിറകിൽ പോയി പിഴച്ചു പോകൂല. അവരെല്ലാം കുല്ലും മിൻ ഇൻദില്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹു തആല വ്യക്തമായി ആശയങ്ങൾ പഠിപ്പിച്ചത് മാത്രം പറയുകയും ബാക്കിയുള്ളതൊക്കെ കുല്ലും മിൻ ഇൻദില്ലാഹ് എന്ന് പറയുകയും ചെയ്യും. ചില ആളുകൾ ആ മുതശാബിഹായ അവ്യക്തമായ വചനങ്ങളുടെ പിന്നാലെ പോയി അവരുടെ ഈമാൻ നശിപ്പിക്കും. എന്നിട്ട് അള്ളാഹുവിനോട് ചേരാത്തത് അവർ പറയും. അള്ളാഹുവിനോട് തീർത്തും യോജിക്കാത്ത കാര്യങ്ങൾ അവർ വിശ്വസിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും. മുഅ്മിനീങ്ങൾ അങ്ങനെ പറയൂല എന്ന് പറഞ്ഞിട്ട് പറയാണ്, അവർ എപ്പോഴും ദുആ ചെയ്യുക, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്.
അത് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, മുസ്ലിമീങ്ങൾ എപ്പോഴും നടത്തുന്ന പ്രാർത്ഥനയാണ്. നമ്മളെ പള്ളിയിൽ ഉസ്താദുമാരൊക്കെ എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. ഈ ദുആ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ ഇന്ന് പഠിക്കണം, ഇന്ന് പഠിക്കണം, ഈ ദുആ പഠിക്കണം. എന്താണ് ഈ ദുആഇന്റെ പ്രത്യേകത? അതിന്റെ അർത്ഥം പറയുമ്പോൾ ശരിക്കും തിരിയും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിദായത്ത് നിലനിൽക്കലാണ്. അല്ലാഹ് തന്ന ഹിദായത്ത് നിലനിൽക്കലാണ്. അതെപ്പോഴും തെറിക്കാം. അങ്ങനെയാണ് ഏതൊരു മനുഷ്യന്റെ അവസ്ഥ. ഏത് സമയത്തും തെറിക്കാം. അത് എപ്പോഴാന്ന് പറയാൻ തന്നെ പറ്റില്ല. കൊല്ലങ്ങളോളം വയലു പറഞ്ഞോ കാണാം, പെട്ടെന്ന് തല തിരിഞ്ഞു ഇങ്ങോട്ട് വരും. എത്രയോ കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞ മനുഷ്യൻ പെട്ടെന്ന് തല കുത്തനെ മറിഞ്ഞ് തിരിഞ്ഞിങ്ങോട്ട് വരുന്ന ഒരു ചിത്രം നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്ത വേദനയാണ്. സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിക വേദികൾ കൈകാര്യം ചെയ്തവർ, ദീനിനു വേണ്ടി പ്രവർത്തിച്ചവർ, അവസാനം ഒരു നിമിഷം അവർക്ക് എന്തോ ഒരു ഭ്രാന്ത് തോന്നിയിട്ട് ഹിദായത്ത് ഒഴിവാക്കിയിട്ട് വേറെ ഏതോ വഴികൾ തേടി പോകുന്ന ഒരവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യദോഷമാണത്. ചില മനുഷ്യന്മാരുണ്ട് ജീവിതാന്ത്യം വരെ നന്മ മാത്രം ചെയ്തു പറഞ്ഞ് ചിന്തിച്ച് അവസാനം ഒരു കുഫറിന്റെ കലിമത്ത് അയാളിലേക്ക് മുങ്കടക്കും. അതല്ലെങ്കിൽ നന്ദികേടിന്റെ വചനങ്ങൾ അയാളിലേക്ക് മുങ്കടക്കും. അത് പറഞ്ഞ് അവസാന നിമിഷം അത് ചെയ്ത് ചിന്തിച്ചു പറഞ്ഞ് അയാളെ ജീവിതം അങ്ങ് നശിച്ചു പോകും, അവസാനിച്ചു പോകും. അതോടുകൂടെ മുമ്പ് ചെയ്തത് മുഴുവനും ബാത്തിലായി പോയി. മുമ്പ് ചെയ്തത് മുഴുവനും ബാത്തിലായി. ഇങ്ങനെയുള്ള ഭാഗ്യദോഷികളുണ്ട്. എന്നാൽ മുത്തുനബി പറഞ്ഞു, അവിടെ തന്നെ മറ്റൊരു ചിത്രമുണ്ട്. അവസാനം വരെ വേണ്ടാത്തരങ്ങൾ ചെയ്തു അവസാന നിമിഷം ഒരൊറ്റ ദിവസം കൊണ്ട് നന്നായി സൂപ്പർ മനുഷ്യനായി മരിച്ചു പോകുന്നവരുമുണ്ട്. അത് വേറെ ഒരു ഭാഗ്യമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ വൃത്തികേടും ചെയ്ത് നടന്ന ഒരു മോശപ്പെട്ട മനുഷ്യൻ അവസാനം അങ്ങോട്ട് നന്നാവാൻ അയാൾക്ക് ഒരു തൗഫീഖ് പടച്ചോനാണ് കൊടുക്കുക. അള്ളാഹു വെളിച്ചം നിലനിർത്തി അവസാനം വരെ നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതാ വേണ്ടത്. പക്ഷെ അയാളും രക്ഷപ്പെടും. മുത്തുനബി പറഞ്ഞു. അതേ രൂപത്തിൽ അവസാനം വരെ നന്നായി നടന്ന മനുഷ്യൻ അവസാനം വെച്ചിട്ട് അങ്ങോട്ട് വഷളായി മരിച്ചു പോകുന്നവരുണ്ട്. എത്ര ആളുകൾ ഒന്നോ രണ്ടോ മൂന്നോ ഉദാഹരണങ്ങളല്ല, നിങ്ങൾക്കൊക്കെ അറിയുന്ന എത്രയോ ആളുകൾ ഉണ്ടാകും. നല്ല നടപ്പിൽ ഇങ്ങനെ നടക്കുന്നവർ പെട്ടെന്ന് ഒരു 60-70 ആയിട്ട് തലതിരിഞ്ഞു പോകുന്നവരുണ്ട്. 60-70 ആയിട്ട് തലതിരിഞ്ഞു പോകുന്നവർ എനിക്കറിയാവുന്ന പലരുമുണ്ട്. സങ്കടപ്പെട്ടവർ പറയുകയും ചെയ്തിട്ടുണ്ട്, എന്താണെന്നറിയില്ല, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, നല്ലതൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. അത് വലിയൊരു പരാജയമാണ്. അപ്പൊ ഹിദായത്ത് ലഭിച്ചതിന്റെ ശേഷം ആ ഹിദായത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ നഷ്ട. അതുകൊണ്ട് അള്ളാഹു മുസ്ലിമീങ്ങളെ ദ്വാരക്കാൻ പഠിപ്പിക്കുകയാണ്. 5 വഖത്തിന്റെ ശേഷവും ദ്വാരക്കണം. നിസ്കാരത്തിൽ നമ്മൾ എന്നും ദ്വാരക്കുന്നു, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, പടച്ചോനെ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നമ്മൾ എപ്പോഴും ദ്വാരന്നുകൊണ്ടിരിക്കുക. എന്നാൽ കണ്ടോ, നിങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു ദുആ പഠിക്കണം. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുസിഗ് ഖുലൂബന, ഞങ്ങളെ ഹൃദയങ്ങളെ നീ പിഴപ്പിച്ച് കളയരുത്. ലാ തുസിഗ്, നീ പിഴപ്പിക്കരുത്. ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ പിഴപ്പിച്ചു കളയരുത്. ബഅദ ഇദ് ഹദൈതന, ഞങ്ങൾക്ക് നീ ഹിദായത്ത് തന്നതിന് ശേഷം. ബഅദ ഇദ് ഹദൈതന, ഞങ്ങൾക്ക് നീ ഹിദായത്ത് തന്നതിന്റെ ശേഷം റബ്ബേ ഞങ്ങളെ നീ പിഴപ്പിച്ചു കളയരുത്. ഏത് വലിയോനും വരട്ടോ, ഏത് വലിയോനും വരാം, എത്ര വലിയവനും വരാം.
സുബ്ഹാനല്ലാഹ്. അത് എങ്ങനെയാ വരിക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ഒന്ന് ഗൾഫൊക്കെ വണ്ടി കയറി ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴായിരിക്കും. ഒരു വിസ കിട്ടി ഗൾഫിൽ പോയി തിരിച്ചു വന്ന് 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മൂപ്പര് പഴയ പരിപാടി ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു പുതിയ ആശയക്കാരനായിട്ട് വരും. എത്ര എന്റെ ജീവിതത്തിൽ പലപ്പോഴും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ എന്നെ ഏറെ വിഷമിപ്പിച്ച ഒരു അനുഭവമാണ് 18 കൊല്ലം ദർസ് നടത്തി. 18 കൊല്ലം ദർസ് നടത്തി. നല്ല ഒരു മനുഷ്യൻ, നല്ല ഒരു ആലിം. ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ നാടും സ്ഥലമൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിയും. തൊട്ടടുത്ത് തന്നെ 18 കൊല്ലം ദർസ് നടത്തിയിട്ടാണ് അയാൾ ഗൾഫിൽ പോകുന്നത്. 10 കൊല്ലത്തെ പ്രവാസം കഴിഞ്ഞ് അയാൾ തിരിച്ചു വരുമ്പോ അയാൾക്ക് ചെറിയ ഒരാശയ വ്യതിയാനം. അയാൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒന്നും പോരാ, എന്താ ചെയ്യാം. അയാൾക്ക് ഇങ്ങനെ തോന്നുകയാണ്. അപ്പൊ ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ ഒരാളോടും ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കാറില്ല. ആരോടും അങ്ങനെ ശക്തമായ ഭാഷയിൽ സംസാരിക്കാറില്ല. പക്ഷെ അദ്ദേഹത്തോട് ഒരു ദിവസം പറയേണ്ടി വന്നിട്ടുണ്ട്, പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു കല്യാണ വീട്ടില് എല്ലാവരും ഉണ്ട്. ആ സദസ്സിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കാം. അദ്ദേഹം വളരെ സൗഹാർദ്ദപൂർവ്വം തുടങ്ങിയ സംഭാഷണമാണ്. എന്നോടല്ല, വേറൊരാളോടാ സംസാരിക്കുന്നത്. ഞാൻ പിന്നെ അതിൽ ഇടക്ക് എന്നെ അദ്ദേഹം കയറ്റിക്കൊണ്ട് വരികയായിരുന്നു. അങ്ങനെ വേറൊരാളുമായിട്ട് സംസാരിക്കുമ്പോ അദ്ദേഹം ഒരു മുസ്ലിയാരാണ്, ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു മുഅല്ലിമാണ്. പക്ഷെ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഒരു മുഅല്ലിമാണ്. അദ്ദേഹവുമായിട്ട് ഇദ്ദേഹം സംസാരിക്കുന്നു. വേറെയും കുറെ ആളുകളുണ്ട്. ബിദ്അത്തിന് ഓശാന പാടുന്ന പലരും അവിടെ കേട്ടിരിപ്പുണ്ട്. അവര് തലപ്പാവ് ധരിച്ച്, എപ്പോഴും ആ മട്ടത്ത് തന്നെയാണ്, പഴയ മട്ടത്ത്. ഇയാളിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയാണ്, കുറെ കാര്യങ്ങൾ അല്ലെങ്കിലും നമ്മൾ തിരുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ അയാൾ പറഞ്ഞു, ലോകത്താദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് മുത്തുനബിയുടെ നൂറാണ് എന്നതിന് ലോകത്തെവിടെയും തെളിവില്ല. അയാൾ പറയാം, ലോകത്തെവിടെ 18 കൊല്ലം ദർസ് നടത്തിയ ഒരു മനുഷ്യനാണ്, എവിടെയും തെളിവില്ല. ഞാനിത് കേട്ടപ്പോ അങ്ങനെ ഇടപെടുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി കിട്ടും. നമ്മളെക്കാൾ ഒരുപാട് പ്രായം മുകളിലാണ്. ഒരു 10, 66, 67, 70 അടുത്ത് വയസ്സുണ്ടാവും. അപ്പൊ ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോ ഇതിൽ ഇടപെടണമെങ്കിലും വേണമല്ലോ, എന്തെങ്കിലും ഒരു ചാൻസ്. പക്ഷെ ഇടപെടാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പറയാന്ന് പറഞ്ഞാൽ എത്ര മോശമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറാണ് ആദ്യമായിട്ട് പഠിച്ചതെന്ന് നമ്മളെ ഉസ്താദുമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചതല്ലേ. അപ്പൊ ഇയാള് പറഞ്ഞു, ഉസ്താദുമാർ അങ്ങനെ എത്ര അബദ്ധം പഠിപ്പിച്ചിട്ടുണ്ട്. അയാള് വളരെ കടുത്ത ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ ദുആന്റെ പ്രാധാന്യം പറയാനാ അപ്പൊ പറയുന്നത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ എന്ന് പറയേണ്ടതേ എല്ലാവരും പറയേണ്ട വാക്കാണ്. ഈ ദുആ വലിയ പ്രധാനപ്പെട്ട ദുആണ്. ഹിദായത്ത് കിട്ടിയതിന് ശേഷം ഹിദായത്ത് നഷ്ടപ്പെടുക എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. അങ്ങനെ ഇയാൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം എന്നോട്, ഇയാളുമായിട്ട് സംവദിക്കുന്ന ഉസ്താദ് എന്നോട് പറഞ്ഞു, അതിന് ഉസ്താദ് മറുപടി പറയണം, അങ്ങനെ തെളിവില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സയ്യിദുനാ റസൂലുള്ളാഹിയുടെ നൂറാണ് ലോകത്ത് ആദ്യം പഠിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ തൊട്ട് ഹദീസുകളിലും ഇമാമിയങ്ങളുടെ വാക്കുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അത് തെളിവില്ല എന്ന് പറയുന്നത് മഹാന്മാരുടെ ഇമാമിയങ്ങളുടെ കിതാബ് തള്ളിയതുകൊണ്ട് മാത്രമാണ്. ഞാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഇമാമിയങ്ങളുടെ കൗലും ഒക്കെ എല്ലാം കൂട്ടിയാ പറഞ്ഞു. ഇയാൾക്ക് ഖുർആനും അറിയണ്ട, ഹദീസും അറിയണ്ട, ഒന്നും അറിയണ്ട. ഏത് ഇമാമാ മുസ്ലിയാരെ അത് പറഞ്ഞതെന്ന് വെച്ച് ഇയാളിനോട്, ഏത് ഇമാമാണ് അത് പറഞ്ഞത്? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, ഏത് ഇമാമാ പറയാത്തത് ഉസ്താദേ, നിങ്ങളാന്ന് പറയും. അള്ളാന്റെ റസൂലിന്റെ നൂറല്ല ലോകത്ത് പഠിച്ചത്, ഏത് ഇമാമാ പറയാത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവ്വലു മാ ഖലഖല്ലാഹു അൽ ഖലം. അള്ളാഹു ആദ്യം പഠിച്ചത് ഖലമാണ്. അള്ളാഹു ആദ്യം പഠിച്ചത് ഖലമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ആ ഭാഗത്തേക്കാ തിരിയുന്നത്.
ഞാൻ പറഞ്ഞു ഇത് ഇമാമിന്റെ വാക്കാണോ? അവ്വലു മാ ഖലഖല്ലാഹുൽ ഖലം എന്ന് പറഞ്ഞത് അല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഹദീസിലേക്ക് പോയി, നമ്മൾ ഹദീസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇമാമിങ്ങളെ നമുക്ക് പിന്നെ ഉദ്ധരിക്കാം. ഹദീസിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞ് ആയത്തും ഹദീസും ഒക്കെ വേണമെങ്കിൽ അതെന്നെ തരാം എന്ന് പറഞ്ഞ് ചർച്ച ആരംഭിക്കുമ്പോൾ ഇയാൾ പറയുകയാണ് ലൗലാക്ക ലൗലാക്ക മാ ഖലഖതുൽ അഫ്ലാഖ് എന്ന് പണ്ട് മുതലേ നമ്മുടെ നബിദിന വേദികളിൽ കേൾക്കുന്ന ഒരു ഖുദ്സിയായ ഹദീസുണ്ട്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞു എന്ന് മുത്തുനബി പറയാണ്. ഖുർആനിൽ ഉണ്ടാവൂല, ഖുർആനിൽ അത് ഉണ്ടാവൂല. അള്ളാഹ് പറഞ്ഞു എന്ന് മുത്തുനബി പറഞ്ഞ കുറെ വിഷയങ്ങൾ, ഇതിനാണ് ഖുദ്സിയായ ഹദീസ്. അപ്പൊ ഈ ഖുദ്സിയായ ഹദീസ് സാധാരണക്കാർക്ക് തിരിയുന്ന ഭാഷയിലാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ഹദീസ് സാധാരണ കേൾക്കാറുണ്ട്, പച്ച നുണയാണ്. ഇയാൾ പറയണം ലൗലാക്ക ലൗലാക്ക മാ ഖലഖതുൽ അഫ്ലാഖ്, നബിയെ തങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെ തന്നെ ഞാൻ പടക്കൂലായിരുന്നു എന്ന് മുത്തുനബിയോട് അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞ ഹദീസ്. ഞാൻ പറഞ്ഞു ആ ഹദീസ് മൗദൂആണ്. മൗദൂ എന്ന് പറഞ്ഞാൽ വഈഫ് അല്ല. വഈഫ് എന്ന് പറഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാർക്ക് എവിടെയെങ്കിലും ചെറിയൊരു ക്ഷീണം, ഒരു പോരായ്മ ഉണ്ടായാൽ മതി, അപ്പൊ ഹദീസ് വഈഫാണ്. പക്ഷെ മൗദൂ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം കള്ളത്തരത്തിൽ നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസിനാണ് മൗദൂ എന്ന് പറയുന്നത്, നിർമ്മിത ഹദീസ്. അപ്പൊ ഇത് നിർമ്മിത ഹദീസാണ്, അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ നിങ്ങൾ മുഴുവൻ വായിച്ചില്ല. മഹാന്മാർ പറഞ്ഞത് ആ ഹദീസ് മൗദൂ ആണ് എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞത് കാണാം മിൻ ഹൈസു സനദു ലൽ മത്നു, സനദിന്റെ അടിസ്ഥാനത്തിൽ ആ ഹദീസ് മൗദൂആണ്, നിർമ്മിത ഹദീസാണ്. സനദ് പരിശോധിക്കുമ്പോ അങ്ങനെയാണ്. പക്ഷേ ലാ മിൻ ഹൈസുൽ മത്നു, അതിന്റെ ആശയം പരിശോധിക്കുമ്പോൾ അതൊരിക്കലും മൗദൂ അല്ല. ലോകത്താദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ടത് മുത്തുനബിയുടെ നൂറ് തന്നെയാണ്. ആ അർത്ഥം ശരിയാണ്, ആ അർത്ഥത്തിനൊരു കുഴപ്പമില്ല. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ, നബിതങ്ങൾ അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടോ? അതാണ് ഇപ്പൊ ഈ മൗദൂ ആണ് മൗദൂ അല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ആശയം ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഏറ്റവും സങ്കടപ്പെട്ടത് അവിടെയാണ്. ഇതാണ് ഇതിന്റെ പോയിന്റ്, പ്രധാനപ്പെട്ട ഭാഗതാണ്. അപ്പൊ ഇയാള് ഈ താടി നരച്ച മനുഷ്യൻ ഇയാള് ചോദിക്കാണ് ഇബ്നു ഹജർ പറഞ്ഞു. ഏത് ഇബ്നു ഹജർ എന്ന് വെച്ചു. ഇബ്നു ഹജർ വരുമ്പോ രണ്ട് ഇബ്നു ഹജർ ഉണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനിയും ഉണ്ട്, ഇബ്നു ഹജർ ഹൈത്തമിയും ഉണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി എന്ന് പറഞ്ഞാൽ ബുഖാരിക്കൊക്കെ വ്യാഖ്യാനം എഴുതിയ ആളാ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജർ ഹൈത്തമി എന്ന് പറഞ്ഞാല് പിന്നെ ശാഫിഈ മദ്ഹബിലെ പ്രധാനപ്പെട്ട കിതാബായ തുഹ്ഫയുടെ രചയിതാവാണ്. മുസന്നിഫ് 10 വാള്യമുള്ള തുഹ്ഫ രചിച്ച ആളാണ്. ഇബ്നു ഹജർ ഹൈത്തമി പിൽക്കാലക്കാരനാണ്. ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലെ മുൻകാലക്കാരനല്ല. അപ്പൊ അത് പറഞ്ഞപ്പോ ഈ വിഷയം കൊണ്ട് പറഞ്ഞപ്പോഴേക്കും ഇയാള് പറയാം ഇബ്നു ഹജർ ഹൈത്തമിയാണ് പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞു. ഇബ്നു ഹജർ ഹൈത്തമിയാണ് ഇത് പറഞ്ഞത്. എടുത്ത വയ്ക്ക് ഇയാൾ ഹൈത്തമി അത് പറയാൻ മൂപ്പരാരാണ്. അതിലാണ് ദേഷ്യം പിടിച്ചു പോയത്. അറിയാതെ ദേഷ്യം പിടിച്ചൊരു സമയമാണ്. ഇബ്നു ഹജർ ഹൈത്തമി, ഞാൻ അസ്ഖലാനിയൊക്കെയാണോ എന്ന് കരുതി. ഹൈത്തമി അത് പറയാൻ മൂപ്പരാരാണ്. അപ്പൊ ഞാൻ എടുത്ത വഴിക്ക് ചോദിച്ചു, അസ്ഖലാനി തങ്ങള് റസൂലുള്ളാഹിന്റെ നൂറല്ല ആദ്യം പഠിച്ചത് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആണെന്ന് അസ്ഖലാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അയാൾ തിരിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞ ഒരു ഇമാമിനെ ഞാൻ പറഞ്ഞു ഇബ്നു ഹജർ ഹൈത്തമി. അപ്പൊ നിങ്ങൾ ചോദിച്ചു ഇബ്നു ഹൈത്തമി അത് പറയാൻ മൂപ്പര് എന്നാ പറഞ്ഞ, ഹൈത്തമി അല്ല മൂപ്പര് അത് പറയാൻ ആരാണ്? അപ്പൊ ഞാൻ ചോദിച്ചു ഇബ്നു ഹജർ ഹൈത്തമി പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ മുസ്ലിയാരെ നിങ്ങൾ ആരാണ് ചോദിച്ചൂടെ ധൈര്യമായിട്ട്? ഞാൻ അവിടെ ഒരു വയസ്സിനെയും മാനിക്കേണ്ടതില്ല. ഹൈത്തമി തങ്ങൾ ആരാന്ന് ചോദിച്ചാൽ അയാളോട് ആ മനുഷ്യൻ അയാള് തലയങ്ങ് താഴ്ത്തി. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നെക്കാൾ പ്രായമുണ്ട്, ഞാൻ ബഹുമാനിക്കണം, ആദരിക്കണം ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ്. പക്ഷെ ഹൈത്തമി തങ്ങളെ അയാൾ ആരാന്ന് ചോദിച്ചപ്പോ തിരിച്ചു നിങ്ങളോടൊരു വർത്താനം ചോദിച്ചതാണ്. ഹൈത്തമി തങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ നിങ്ങൾ ആരാണ്? അപ്പൊ അദ്ദേഹം ചോദിച്ചു ഹൈത്തമിക്ക് ഇത് പറയാൻ തെളിവെന്താണ്?
ഞാൻ പറഞ്ഞു മര്യാദക്ക് നിങ്ങൾ ചോദിക്കും, നമ്മൾ പറയാം. മര്യാദ വിടാതെ സംസാരിച്ചാൽ നമുക്ക് പറയാം. എന്നിട്ട് ഞാൻ പറഞ്ഞു, സ്വഹീഹായ ഹദീസല്ലേ, കിതാബുൽ മുസ്തദ്റക്കിൽ ഇമാം ഹാക്കിം തങ്ങൾ പറഞ്ഞതല്ലേ, സയ്യിദുനാ റസൂലുള്ളാഹിയുടെ ഹദീസല്ലേ, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താകുന്ന സമയത്ത് അള്ളാഹിനോട് ദ്വാരക്കുകയാണ്, പടച്ചോനെ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് എനിക്ക് പുറത്തു തരണം. സ്വഹീഹായ ഹദീസാണ്. കിതാബുൽ മുസ്തദ്റക് എന്ന് പറഞ്ഞാൽ ഏതാ കിതാബ് എന്നറിയോ? ബുഖാരിയും മുസ്ലിമും അവരുടെ അടുത്ത് ഹദീസ് സ്വഹീഹാകാൻ എന്തൊക്കെ കണ്ടീഷനുകൾ ഉണ്ടോ അത് മുഴുവനും ഒത്ത് സ്വഹീഹായ ഹദീസുകൾ അത് മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന കിതാബാണ് കിതാബുൽ മുസ്തദ്റക്. അതാണ് കിതാബുൽ മുസ്തദ്റക്കിന്റെ പ്രത്യേകത. ഓരോ ഹദീസും കഴിയുമ്പോൾ ഇമാം ഹാക്കിം തങ്ങൾ പറയും, ഇത് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഷർത്ത് അനുസരിച്ച് സഹീഹാണ്, പക്ഷേ സഹീഹ് മുസ്ലിമിലും സഹീഹുൽ ബുഖാരിയിലും ഇത് കാണുന്നില്ല, അതുകൊണ്ട് അതിന്റെ വീണ്ടെടുപ്പ് നടത്തിയതാണ് ഞാൻ. ഇതാ മുസ്തദ്റക് എന്നതിന്റെ പേര് തന്നെ. മുസ്തദ്റക് എന്ന വീണ്ടെടുക്കപ്പെട്ട ഹദീസ് എന്ന്. അപ്പൊ അത്ര കുറ്റമറ്റ ഹദീസുകൾ അദ്ദേഹം പറയാം. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം ദുആർന്ന് പടച്ചോനെ മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ. അപ്പൊ അള്ളാഹു ചോദിക്കാം ആദം നബിയോട്, മുഹമ്മദ് നബി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ എന്ന് പറയാൻ നിങ്ങൾ എങ്ങനെയാ മുഹമ്മദ് നബിയെ അറിഞ്ഞത്? ആദം നബി അലൈഹി സ്വലാമിനോട്. അപ്പൊ ആദം നബി പറഞ്ഞു, പടച്ചോനെ നീ എന്നെ അർശിന്റെ ചുവട്ടിൽ പടച്ചിട്ടപ്പം, നീ എന്നെ അർശിന്റെ ചുവട്ടിൽ പടച്ചിട്ടപ്പം ഞാൻ ആദ്യം കണ്ണുമിഴിച്ച് 40 കൊല്ലോ 40 ദിവസോ അർശിന്റെ ചുവട്ടിൽ മണ്ണായിട്ട് ഇങ്ങനെ പടച്ചിട്ടത് എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. സൂറത്തു ദഖറിൽ അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അത് കഴിഞ്ഞിട്ട് അള്ളാഹ് ജീവൻ സന്നിവേശിപ്പിച്ചു, റൂഹ് ഊതി, അങ്ങനെ കണ്ണിങ്ങനെ എണീച്ചപ്പോ ഞാൻ ആദ്യം കണ്ടത് നിന്റെ അർശിന്റെ കമാനത്തില് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു കാലിലും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊരു കാലിലും എഴുതി വെച്ചതാ കണ്ടത്. അന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് യഥാർത്ഥ റസൂല് റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി. ഇങ്ങനെ ഒരു പടപ്പന ഈ പടക്കാൻ പോകുന്നുണ്ട് ഞാൻ മനസ്സിലാക്കി. അതാണ് റിസാലത്തിന്റെ അടിസ്ഥാനം. അതാണ് നിന്റെ യഥാർത്ഥ പ്രവാചകന്, പൂർണ്ണ പ്രവാചകൻ, അന്ത്യപ്രവാചകൻ. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ആ പ്രവാചകന്റെ ഹക്ക് കൊണ്ട് എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, ലൗലാഹു ലൗലാഹു മാ ഖലഖതുക, ആ മനുഷ്യരില്ലായിരുന്നെങ്കിൽ നിങ്ങളെ തന്നെ ഞാൻ പഠിക്കൂലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ലോകം തന്നെ സൃഷ്ടിച്ചത് അമ്മനുഷ്യൻ ഉണ്ടായതുകൊണ്ടാണ്. ഇതാണ് സയ്യിദുനാ റസൂലുള്ളാഹിയുടെ നൂറാണ് ആദ്യം പഠിച്ചത് എന്ന് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട്, സയ്യിദുനാ ജാബിറിനോട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിച്ചു, ജാബിറേ, ലോകത്താദ്യമായി പടച്ചത് ഏതാണെന്ന് നിനക്കറിയുമോ? അവ്വലു മാ ഖലഖല്ലാഹു, ഖലമാ ഖലമാ എന്ന് പറയാറുണ്ടല്ലോ. ഇപ്പുറത്ത് ഹദീസ് കാണാം, ജാബിറിന്റെ കൈ പിടിച്ചിട്ട് മുത്തുനബി ചോദിച്ചു, ലോകത്ത് ആദ്യം പടച്ചത് ഏതാണെന്നറിയോ? ഇല്ല നബിയേ. റസൂലുള്ളാഹി പറഞ്ഞു, അവ്വലു മാ ഖലഖല്ലാഹു നൂറു നബിയിക യാ ജാബിർ, നൂറു നബിയിക യാ ജാബിർ. ജാബിറേ, നിന്റെ പ്രവാചകന്റെ നൂറാണ് ലോകത്താദ്യം പടക്കപ്പെട്ടത്. സയ്യിദുനാ റസൂലുള്ളാഹി നൂറു നബിയിക യാ ജാബിർ. അവ്വലു മാ ഖലഖല്ലാഹുൽ ഖലം എന്നില്ലേ? ആദ്യം അല്ലാഹു പഠിച്ചത് കലമാണ്. അതിനെതിരെന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാല് അത് അതിന്റെ അർത്ഥം അറിയാത്തത് മുഴുവൻ പഠിക്കാത്തത് കൊണ്ടാണ്. ആദ്യമായിട്ട് പഠിച്ചത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം നല്ല അതിന്റെ അർത്ഥം ആപേക്ഷികമായ ആദ്യങ്ങളുണ്ട്, തുടക്കങ്ങൾ. കാരണം അതിന്റെ മുമ്പ് അർശുണ്ട്, മറ്റുണ്ട് എന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങളുണ്ട്. അതിന്റെ മുമ്പ് വെള്ളമുണ്ട് എന്ന് പറയും, അർശുണ്ട്, അർശിന്റെ മുമ്പ് വെള്ളമുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒക്കെ ഹദീസൊന്നും ആയത്തൊന്നും ഖുർആൻ തന്നെ സൂറത്ത് ഹൂദിൽ തന്നെ അത്തരം പ്രയോഗങ്ങൾ കാണാം. അപ്പൊ ഏതാവട്ടെ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇതൊക്കെ ഒന്നും എതിരല്ല. പിന്നെന്താ, അത് നമ്മളിപ്പോ ആദ്യമായിട്ട് ഏറ്റവും ആദ്യം വന്നയാളെ പറ്റി ആദ്യം എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ശേഷമുള്ളതിലേക്ക് ചേർത്തി നോക്കുമ്പോ ഒരു 11 മണിയുടെ മുമ്പ് കല്യാണത്തിന് വന്നോലേക്ക് ആദ്യം വന്നോല് എന്ന് പറയും. അത് ഏറ്റവും ആദ്യം വന്നയാൾ എന്നുള്ള അർത്ഥത്തിലല്ല.
11 മണിന്റെ മുമ്പ് കല്യാണത്തിന് വന്ന അയാൾ ആദ്യം തന്നെ കല്യാണത്തിന് എത്തിയിട്ടുണ്ടെന്ന് പറയാം. അയാൾ 9, 8, 10 ആള് വേറെ വന്നിട്ടുണ്ടാവും. ഇത് ആപേക്ഷിക തുടക്കം എന്നാണ് മുല്ല അലി ഖാരി റളിയല്ലാഹു അൻഹു ഇതിനെ കുറിച്ച് പറഞ്ഞത്. ഇലാഫിയായ തുടക്കം. ഇലാഫി എന്ന് പറഞ്ഞാൽ ആപേക്ഷിക തുടക്കം. അപ്പൊ അതാണ് ശേഷമുള്ളതിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ആദ്യമാണ്. അതുപോലെ ആദ്യം അള്ളാഹു ചെയ്ത പണികളെ കുറിച്ചാണ് ഈ അവ്വലു മാ ഖലഖല്ലാഹ് അവ്വലു മാ ഖലഖല്ലാഹ് എന്ന് പലതും പറഞ്ഞത്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മനുഷ്യൻ അന്ന് എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരു ഹദീസ് കിതാബുൽ മുസ്തദ്റക്കിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്. അപ്പൊ പറഞ്ഞു, ഇന്ന് അത് പരിശോധിച്ചിട്ടേ ഇനി വേറെ വർത്താനുള്ളൂ, നിങ്ങളെ നമ്പർ തരീന്ന്. നമ്പറൊക്കെ കൊടുത്തു, കൈമാറി. കല്യാണ വീട്ടാണ്. അന്ന് തന്നെ അദ്ദേഹം പോയി പരിശോധിച്ചു. രാത്രി ഉണ്ട് വിളിക്കുന്നു, സോറി ഉസ്താദെ ക്ഷമിക്കണം, ഞാൻ ഹദീസ് കണ്ടു, ഞാൻ ഈ വിഷയത്തിൽ വലിയ ഒരു തെറ്റിദ്ധാരണയിലായിരുന്നു ഉണ്ടായിരുന്നത്, ഞാൻ സത്യം തിരിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളുമായിട്ട് സംസാരിച്ചത്. നിങ്ങൾ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, സത്യം തിരിയാൻ വേണ്ടി സംസാരിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല, ഇൽമി നമുക്ക് എപ്പോഴും ഉണ്ടാക്കാം. പക്ഷെ നിങ്ങൾ ഹൈത്തമി തങ്ങളെ പറഞ്ഞതിന് നിങ്ങൾ ശരിക്കും തൗബ തന്നെ വേണം. കാരണം മനുഷ്യന്റെ ഇടയിൽ പറഞ്ഞത് ആളുകളൊക്കെ എന്താ വിചാരിക്കുക? ഇമാം ഹൈത്തമി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു എന്താ ഇയാളെപ്പോലെ ഒരു മൂല്യരാണെന്നല്ലേ ഈ വർത്താനം കേട്ട ജനങ്ങൾ മനസ്സിലാക്കുക. ഇത്ര കൊച്ചാക്കിയിട്ട് സംസാരിക്കുമ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഹിദായത്ത് എന്ന് പറയുന്നത് പടച്ചോൻ തന്നെ നിലനിർത്തി തരണം. എത്ര കൊല്ലം തീർച്ചയായിട്ടും കാര്യമല്ല, വയല് പറഞ്ഞിട്ടും കാര്യമല്ല, സുജൂദ് എഴുന്നേൽക്കാതിരുന്നിട്ടും കാര്യമല്ല. കാരണം മലായിക്കത്തിന്റെ കൂട്ടത്തിൽ, ജിന്നാണ് വർഗമെങ്കിലും മലായിക്കത്തിന്റെ കൂട്ടത്തിൽ എത്ര കാലം ഇബാദത്ത് ചെയ്ത ആളാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇബ്ലീസുൽ ലഈൻ. ഇതുകൊണ്ടൊന്നും നിലക്കൂല. റബ്ബനാ ലാ തുസിഗ്, ഇത് കാണാതെ പഠിക്കണം. 5 വഖത്തിലും ദ്വാരക്കും. ഹിദായത്ത് പോകാന് അത് ചിലപ്പോ ഒരു ലഘുലേഖ മതിയാവും. ഹിദായത്ത് പോകാൻ നമ്മളെ കയ്യിൽ ആരോ കൊണ്ടുവന്ന് തരുന്ന ഒരു ലഘുലേഖ മതിയാവും, അല്ലെങ്കിൽ എവിടെന്നോ ആരോ സമ്മാനിച്ച ഒരു CD മതിയാകും, അല്ലെ? വഴിയോരത്തുകൂടെ പാസ് ചെയ്ത് പോകുമ്പോ ആകർഷകമായ ഒരു പ്രഭാഷണം കേട്ടതായിരിക്കും കേൾക്കാൻ കാരണം. മിനൽ ജിന്നത്തി വന്നാസ് അല്ലേ? മനുഷ്യന്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുന്ന പിശാചിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് മിനൽ ജിന്നത്തി വന്നാസ് എന്നല്ലേ? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. 2 കൂട്ടത്തിലുണ്ട് എന്നല്ലേ പറഞ്ഞത്, ജിന്ന് ഇൻസ് വർഗത്തിൽ. അപ്പൊ അത് എപ്പോഴാണ് ഏത് കോലത്തിലാ വരിക എന്ന് പറയാൻ പറ്റൂല. ചിലപ്പോ എന്നെ പോലെ നീളം കുപ്പായും താടിയും തലയെക്കെട്ടും ഒക്കെ ആയിട്ട് വരും. സംശയിക്കണ്ട, പിശാച് ഏത് കോലത്തിലും വരാം. ഏത് കൊല്ലം നമ്മളെ പഴിപ്പിക്കലാണ് അവന്റെ ലക്ഷ്യം. ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നു, നമുക്ക് കിട്ടിയ ഈമാനിന്റെ വെളിച്ചമുണ്ടല്ലോ, അതിന് ശരിക്കൊരു പാരമ്പര്യമുണ്ട്. ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയ ഈ ഈമാനിന്റെ വെളിച്ചം നഷ്ടപ്പെടുത്തരുത് പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഇത് നഷ്ടപ്പെടുത്തരുത്. ഇത് നിലനിർത്തണം. സുന്നിയായിട്ട് ജീവിച്ചു മരിക്കണം. ഇത് ആവശ്യം തന്നെയാണ്. തഖ്വയെ കുറിച്ച് മഹാന്മാര് പറഞ്ഞത്, മുത്തഖീങ്ങൾക്കാണല്ലോ സ്വർഗം. തഖ്വയെ കുറിച്ച് പറഞ്ഞത് തഖ്വക്ക് 3 സ്റ്റെപ്പുകളാണെന്നാണ്. തഖ്വന്നാനി ശിർക്ക്, തഖ്വന്നാനി ബിദ്അ, തഖ്വന്നാനി മഅസിയ. 3 സ്റ്റെപ്പാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ശിർക്കിനെ തൊട്ട് കാത്തു സൂക്ഷിക്കുക, ബിദ്അത്തിനെ തൊട്ട് സൂക്ഷിക്കുക, തെറ്റുകുറ്റങ്ങളെ തൊട്ട് സൂക്ഷിക്കുക. ഈ 3 തഖ്വയും പൂർണ്ണമാകുമ്പോഴാണ് ഒരു മനുഷ്യന് സ്വർഗം കിട്ടുന്നത്. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. ഇതേതെങ്കിലും ഒന്ന് നമ്മളിൽ നിന്ന് തട്ടിയെടുക്കാൻ ഇബ്ലീസ് ശ്രമിക്കും. ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പരമാവധി ശ്രമിക്കും. അതിന് പറ്റൂലെങ്കിൽ പിന്നെ ബിദ്അത്ത് നോക്കുക. ബിദ്അത്തുക്കും കിട്ടൂല എന്ന് കാണുമ്പോൾ പിന്നെ ആള് സുന്നിയൊക്കെ തന്നെ, പക്ഷെ എല്ലാ തോന്നിയാസും ചെയ്ത് ഇങ്ങനെ നടക്കണം. മഅസിയത്ത്, പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ. ഇത് 3 നമ്മൾ ഒന്ന് ഇബ്ലീസുൽ ലഈനിന്റെ കെണിയിൽ നിന്ന് നമുക്കൊന്ന് രക്ഷപ്പെടണം. എങ്കിലും മാത്രമേ രക്ഷപ്പെടുള്ളൂ. ഇതാണ് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ. പടച്ചവനെ, ഞങ്ങളെ ഹൃദയങ്ങളെ നീ വഴി പിഴപ്പിക്കരുത്. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വഴി പിഴപ്പിക്കരുത്. ബഅദ ഇദ് ഹദൈതനാ, നീ ഞങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം തന്നതിന് ശേഷം ഞങ്ങളെ നീ പിഴപ്പിച്ച് കളയരുത്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് നീ കാരുണ്യം ഓശാരമായി തരണം.
അടുത്ത ദുആ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. പടച്ചോനെ നിന്റെ ഭാഗത്ത് നിന്ന്, നിന്റെ അടുത്ത് നിന്ന്, മിൻ ലദുൻക നിന്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് വെറുതെ തരണം റഹ്മത്തൻ, നിന്റെ റഹ്മത്ത്, നിന്റെ റഹ്മത്ത് നീ ഞങ്ങൾക്ക് വെറുതെ തരണം. എന്താ ഈ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ എന്ന് പറഞ്ഞത്? ഹിദായത്ത് നിലനിർത്തണേ എന്ന് ഒന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് റഹ്മത്ത് തരണേ. ഈ റഹ്മത്ത് റഹ്മത്തും ഫി ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നിന്റെ കാരുണ്യം തരണം, നിന്റെ കാരുണ്യം തരണം. റഹ്മത്ത് കിട്ടിയോ നമ്മൾ ജയിച്ചു. ആ റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്യണം. റഹ്മത്ത് എന്താണ്? വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. റഹ്മത്തിൽ ഏറ്റവും വലിയ റഹ്മത്ത്, ഏറ്റവും വലിയ റഹ്മത്ത് അത് ഇൽമാണ്, അറിവാണ്. അറിവ് നൽകണേ എന്നതിനർത്ഥം, ആരോഗ്യം നൽകണേ എന്നതിനർത്ഥം. ഞാൻ വിവിധ തഫ്സീറുകളാ പറയുന്നുണ്ട്, ഇതൊക്കെ തഫ്സീർ കൊണ്ട് തെളിയിക്കാം. ഇൽമ തരണേ എന്നതിനർത്ഥം കൊടുത്തോലുണ്ട്, ആരോഗ്യം തരണേ എന്നതിനർത്ഥം കൊടുത്തോലുണ്ട്, മുതല് തരണേ എന്നതിനർത്ഥം കൊടുത്തോലുണ്ട്, ഹലാലായ സ്വത്ത്, മക്കളിലും കുട്ടികളിലും ഒക്കെ സന്തോഷം തരണേ അങ്ങനെ അർത്ഥം കൊടുത്തവരുണ്ട്. എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ദുന്യാവിൽ നമുക്ക് ഇതൊക്കെ ആവശ്യം. നാളെ പരലോകത്ത് സ്വർഗം തരണേ എന്നർത്ഥം കൊടുത്തോലൂ. കാരണം അത് വലിയ റഹ്മത്താണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞമ്മക്ക് ഗുണമായിട്ട് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ തരണം. നമ്മുടെ സദസ്സിൽ പലരും രോഗികളും, അള്ളാഹു ശിഫ നൽകട്ടെ, പൂർണ്ണ ശിഫ അള്ളാഹു നൽകട്ടെ, മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് ശിഫയാക്കട്ടെ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. പടച്ചോനെ നിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് റഹ്മത്ത് തരണേ. അപ്പൊ അതിന് നമുക്ക് ഈ വേണ്ട സംഗതികളൊക്കെ ചോദിക്കലാണ് ഒന്ന്. ഇനി നിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് റഹ്മത്ത് തരണേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് റഹ്മത്ത് തരണേ എന്നാണ് അതിന്റെ അർത്ഥം. ഞങ്ങൾക്ക് റഹ്മത്ത് തരണം എന്ന് പറഞ്ഞാൽ നീ റഹ്മാനാണ്, ഞങ്ങളെയും നീ ഇത് ചെയ്യണം, റഹ്മത്തുള്ളവരാക്കി മാറ്റണം. നിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് റഹ്മത്ത് തരണേ എന്ന് പറഞ്ഞാൽ നീ സ്നേഹമുള്ളവനാ. പടച്ചോനെ വേറുള്ളവരോടുള്ള കരുണ ഇത് ഞങ്ങൾക്ക് നൽകണേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. നിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് കരുണ നൽകണേ, സ്നേഹം. അത് നീ തന്നെങ്കിലേ ഉണ്ടാവൂ, നീ തന്നെങ്കിലേ കരുണയുണ്ടാവൂ, നീ തന്നെങ്കിലേ ഹൃദയത്തിൽ സ്നേഹമുണ്ടാകൂ. നീ തന്നില്ലെങ്കിൽ സ്നേഹം ഉണ്ടാവില്ല. നീ തരണം. റഹ്മാനായ നീ ഞങ്ങളെ ഹൃദയത്തിൽ സന്നിവേശിപ്പിച്ചെങ്കിലേ റഹ്മത്ത് നിലനിൽക്കുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സഹജീവികളോട്, സഹകൂട്ടുകാരോട് സ്നേഹം കാണിക്കാൻ നമുക്ക് കഴിയാന്ന് പറഞ്ഞത്. സഹകൂട്ടുകാരോടും സഹജീവികളോടും ഒക്കെ സ്നേഹം കാണിക്കാൻ റഹ്മത്ത്. അല്ലാഹു ലൗഹും ഖലമും സൃഷ്ടിച്ചു. ഖലം സൃഷ്ടിച്ചു, എഴുതാനുള്ള പേന. അത് കഴിഞ്ഞതിന് ശേഷം എഴുതാനുള്ള ബോർഡ്, അതാണ് ഫീ ലൗഹിൻ മഹ്ഫൂദ്. സുരക്ഷിത ഫലക എന്ന് വിശേഷിപ്പിച്ചു. സുരക്ഷിത ബോർഡ്, പലക എന്നൊക്കെ പറയാം നേരെ അർത്ഥം. അഥവാ ലൗഹുൽ മഹ്ഫൂദ്. ആ ലൗഹുൽ മഹ്ഫൂദിലുള്ള വിവരം എന്താണെന്നറിയോ? അതൊരു വലിയ ഡയറിയാണ്. എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ ഒരു വർഷത്തെ ദിനം പ്രതിയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താനുള്ള ഡയറിയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അള്ളാന്റെ അടുത്തുള്ള ഡയറി ഒരു വർഷത്തിൻ്റെതല്ല, കാലത്തിൻ്റെത് മുഴുവനാണ്. അതാണ് ലൗഹുൽ മഹ്ഫൂദ്. അതിലെല്ലാം ഉണ്ട്. ഇന്ന് നമ്മൾ എന്തൊക്കെ തിന്നും കുടിക്കും, ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യും, അള്ളാന്റെ ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. ഉണ്ട് എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഇത് അന്ന് രേഖപ്പെടുത്തി വെച്ചതാ, ഖലം കൊണ്ട് എഴുതിയതാണ്. ഖലമിനോട് എഴുതാൻ അള്ളാഹ് പറഞ്ഞു. ഖലം ഇങ്ങനെ എഴുതുകയാണ് എല്ലാം കൃത്യമായിട്ട്. അപ്പൊ ഖലം സൃഷ്ടിച്ചു, ലൗഹം പടച്ചു, എഴുതൂ എന്ന് പറഞ്ഞു. അപ്പൊ ഖലം ആദ്യം ചോദിച്ചു, പടച്ചോനെ ഞാൻ ആദ്യമായിട്ട് എഴുതേണ്ടത് എന്താണ്? വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. ഇതിന്റെ പ്രാധാന്യം പറയാനാ ഞാൻ പറയും. പടച്ചോനെ ഞാൻ ആദ്യം എഴുതേണ്ടത് എന്താ എന്ന് പറഞ്ഞു തരണം. എഴുത്ത് തുടങ്ങാണ്, വര തുടങ്ങാണ്, ഞാൻ എന്താ ആദ്യം എഴുതേണ്ടത്? അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, ഒന്നും സംശയിക്കണ്ട, ആദ്യം എഴുതേണ്ടത് ഇന്ന റഹ്മതീ തഗ്ലിബു ഗളബി. പടച്ചവനെ വല്ലാത്ത പ്രതീക്ഷ നൽകുന്ന വചനമാണ്. അല്ലാഹ് ഖലമിനോട് ആദ്യം കൽപ്പിച്ച വാക്ക്. നീ എഴുതേണ്ടത്, എന്നെ പറ്റി എഴുതേണ്ടത് ലൗഹിൽ തുടക്കം ഒന്നാമത്തെ ലൈൻ ഇന്ന റഹ്മതീ തഗ്ലിബു ഗളബി.
എന്നോട് അരുതാത്തത് ചെയ്തവരോട് എനിക്ക് ദേഷ്യം ഉണ്ടാകും, അല്ലാഹുവേ ഒളബുണ്ടാകും. പക്ഷേ ഇന്ന റഹ്മത്തി, തീർച്ചയായിട്ടും എന്റെ സ്നേഹം, തഗ്ലിബു ഗളബി, എന്റെ എല്ലാ ദേഷ്യങ്ങളെയും അത് ജയിച്ചടക്കും. എന്റെ സ്നേഹം എന്റെ ഏത് കോപത്തെയും തോൽപ്പിക്കും. എന്റെ സ്നേഹം ഏത് കോപത്തെയും തോൽപ്പിക്കും. ജനങ്ങൾ വേണ്ടാത്തരം ചെയ്യുമ്പോൾ എനിക്ക് വെറുപ്പുണ്ടാകും. പക്ഷേ എത്ര വലിയ തമ്മാടിയാണെങ്കിലും അവൻ എന്തു വേണ്ടാത്തരം ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ സ്നേഹം ചിലപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്ത് അയാൾക്ക് പുറത്തു കൊടുക്കാൻ മാത്രം മതിയായതാണ്. എനിക്ക് അത്രയും ഇഷ്ടമാണ്. എനിക്ക് ദുഃഖത്തെക്കാൾ, എനിക്ക് വെറുപ്പിനേക്കാളേറെ സ്നേഹമാണുള്ളത്. അതാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിന്റെ അധ്യായങ്ങൾ തുടങ്ങുമ്പോൾ സൂറത്തു തൗബയല്ലാത്ത മുഴുവൻ അധ്യായങ്ങളും തുടങ്ങിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അല്ലേ? അർ-റഹ്മാൻ ഏതിൽ നിന്ന് വന്നതായി ഈ വാക്ക്? റഹ്മത്ത്. അല്ലേ? റഹ്മാന്റെ അസ്ലെന്താ? റഹ്മത്ത്. റഹീമിന്റെ അസ്ലെന്താ? റഹ്മത്ത്. റഹ്മാനും റഹീമും ഒക്കെ റഹ്മത്തിൽ നിന്നാ വന്നത്. ഈ പദം നിഷ്പന്ദിച്ചിട്ടുള്ളത് റഹ്മത്തിൽ നിന്നാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന് അള്ളാഹ്ക്ക് ചേഞ്ച് ചെയ്തുകൂടായിരുന്നു. അതിൽ ഒരു ചെറിയ മാറ്റം, ഒരു ചെറിയ മാറ്റം, ചേഞ്ചിങ്, എന്തോ ഒരു രസം ഉണ്ടാവുമായിരുന്നു. അങ്ങനെ ചിന്തിച്ചൂടെ? ബിസ്മില്ലാഹിൽ അസീസ്, ബിസ്മില്ലാഹിർ റഹ്മാനിൽ ജബ്ബാർ, ബിസ്മില്ലാഹിർ റഹ്മാനിൽ ഖഹാർ, അങ്ങനെയൊക്കെ ആക്കിക്കൂടായിരുന്നോ? ഒന്ന് ചിരിക്കുന്നത്, അടുത്തത് കണ്ണുരുട്ടുന്നത്. അങ്ങനെ രണ്ട് വസ്ഫാക്കി ആക്കായിരുന്നല്ലോ അല്ലെ? റഹ്മാൻ ചിരിക്കുന്ന വസ്ഫാണ്. അൽ ഖഹാർ, അൽ ജബ്ബാർ, അടക്കി ഭരിക്കുന്നവൻ, ഒതുക്കി കളയുന്നവൻ എന്നൊക്കെ അങ്ങോട്ട് കേൾക്കും. അത് കണ്ണുരുട്ടി പറയേണ്ടതാണ് അല്ലെ? അപ്പൊ അള്ളാഹ്ക്ക് എന്തേ ഒന്ന് ചിരിക്കുന്നതോ ഒന്ന് കണ്ണുരുട്ടുന്നതോ ആക്കിക്കൂടായിരുന്നു വസ്തു? അള്ളാഹുവിന്റെ സിഫത്തുകൾ ചെയ്തില്ല. രണ്ടും റഹ്മാൻ, രണ്ടും റഹ്മത്തിൽ, റഹ്മാനും റഹീമും രണ്ടും റഹ്മത്തിൽ നിന്ന്. കാരണം എന്താ? ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹ്ക്ക് നിങ്ങളെ സ്നേഹിക്കാനേ അറിയൂ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹ്ക്ക് നിങ്ങളെ സ്നേഹിക്കാനേ അറിയൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സർവ്വ അധ്യായങ്ങളും തുടങ്ങിയത് അങ്ങനെയാണ്. എല്ലാ അധ്യായങ്ങളും തുടങ്ങിയത് അങ്ങനെയാണ്. എന്താ പടച്ചോനെ പറ്റി അവതരിപ്പിക്കുന്നത് നോക്ക് നിങ്ങൾ. സ്നേഹത്തിന്റെ പ്രതീകമാണ് പടച്ചോൻ, സ്നേഹത്തിന്റെ പ്രതീകമാണ് പടച്ചോൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹിന്റെ റഹ്മത്തിൽ ഏറ്റവും വലിയ റഹ്മത്താണ്. അത് വേറെ ഒരു റഹ്മത്താണ്, സംഭവബഹുലമായ റഹ്മത്ത്. ആ റഹ്മത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു റഹ്മത്ത് നൽകട്ടെ. അല്ലാഹു നമുക്ക് റഹ്മത്ത് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് കണ്ടോ നിങ്ങള്, എത്ര ബിസ്മീൻ, എത്ര ബിസ്മിയാണ്? 114 ബിസ്മി ഇല്ലേ? ഒരധ്യായത്തിൽ ബിസ്മി കൊണ്ടല്ല തുടക്കം, പക്ഷെ അതിന് പകരം വേറൊരു ബിസ്മി ഉണ്ട്. സൂറത്തുൻ നംലിൽ വേറൊരു ബിസ്മി ഇടക്ക് കയറിയിട്ടുണ്ട്. മൊത്തം 114 ബിസ്മി. 114 ബിസ്മി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാൻ, റഹീം, റഹ്മത്ത്, സ്നേഹം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ റഹ്മത്ത് നിങ്ങൾക്കുണ്ടോ? ഈ റഹ്മത്ത് നിങ്ങൾക്കുണ്ടോ? അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ, സയ്യിദുനാ റസൂലുള്ളാഹി. അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ. ലോകത്ത് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന ആളോട് റഹ്മാനായ റബ്ബ് അവരോടും കരുണ കാണിക്കും. അപ്പൊ നമുക്ക് വഹബ് ലനാ മിൻ ലദുൻക റഹ്മ എന്ന് നമ്മൾ ഇങ്ങനെ ദുആരക്കുന്നു. പടച്ചോനെ നിന്റെ റഹ്മത്ത് തരണം. ഈ അള്ളാന്റെ സ്നേഹം നമുക്ക് കിട്ടാനുള്ള മാർഗം എന്താ? നമ്മൾ വേറെയുള്ളവരെ സ്നേഹിക്കണം. ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്നുവെങ്കിൽ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണ കാണിക്കും. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുകയാണെങ്കിൽ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണ കാണിക്കും. നമുക്ക് എത്ര ആൾക്ക് അങ്ങനെ സ്നേഹം കാണിക്കാൻ തോന്നാറുണ്ട്? പരസ്പര സ്നേഹം അത് കേട്ടു മറന്നുപോയ പദാണ്. 24 മണിക്കൂർ സുജൂദ് എഴുന്നേൽക്കാത്ത മനുഷ്യന്മാര്, 24 മണിക്കൂർ സുജൂദ് എഴുന്നേൽക്കാത്ത മനുഷ്യന്മാര് അടുത്ത അയൽവാസിയുടെ വീടൊന്ന് വൈറ്റ് വാഷ് ചെയ്താൽ മതി, മൂപ്പര മുഖം പാടും. വേറൊന്നും വേണ്ട, വൈറ്റ് വാഷ് ചെയ്താൽ മതി, മുഖം മാറി. മുഖത്തിന്റെ കളറാണ് മാറും. 24 മണിക്കൂർ സുജൂദ് എഴുന്നേൽക്കാഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹ് നരകത്തിന്റെ നടുക്കയറിയ സംശയിക്കണ്ട. കാരണം എന്താ? നമുക്ക് വേറുള്ളവരോട് കുറുമ്പും കുശുമ്പും മാത്രമുള്ളത്.
കുറുമ്പും കുശുമ്പും മാത്രമുള്ളത്. മനസ്സ് ശുദ്ധിയാവണം സഹോദരങ്ങളെ. മനസ്സ് ശുദ്ധിയായെങ്കിൽ മാത്രമേ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുള്ളൂ. നിങ്ങൾ പഠിച്ചിട്ടില്ലേ സഹീഹായ ഹദീസിൽ വന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്, പറയേണ്ടതില്ല. എന്നാൽ ഇതിനോടൊന്ന് കൂട്ടി വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലെ തട്ടിക്കിട്ടുന്നു മാത്രമാണ് ഞാൻ അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സംഭവമല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുക സ്വഹാബത്തിന്, സ്വഹാബ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് രാത്രി മുഴുവൻ നിസ്കരിക്കും, പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കും. നല്ല ഇബാദത്ത് ചെയ്യുന്ന പെണ്ണ്, കുറ്റൊന്നും പറയാനില്ലല്ലോ, നല്ല പെണ്ണ്. പക്ഷെ ആ പെണ്ണ് നരകത്തിൽ കടന്നു. മുത്തുനബി പറയാ കാരണം എന്താണെന്നറിയോ? ഫീ ഹിർറത്തിൻ ഹബസത്ഹാ. ആ പെണ്ണൊരു പൂച്ചനെ കെട്ടിട്ടു എന്നുള്ളതാ പ്രശ്നം. ഒരു പൂച്ചനെ കെട്ടിട്ടു. ആ പെണ്ണിന് ശല്യാന്ന് തോന്നിയ പൂച്ചന അവള് കെട്ടിയിട്ടിട്ട് എന്ത് ചെയ്തില്ല? അതിന് ഭക്ഷണം കൊടുത്തോ? ഇല്ല, ഭക്ഷണം കൊടുത്തില്ല. എന്നാൽ അതിനെ അതിന്റെ പാട്ടിന് വിട്ടതുമില്ല. അഴിച്ചു വിട്ടിരുന്നെങ്കിൽ അത് സ്വയം എവിടെന്നെങ്കിലും ഭക്ഷണം തേടുമായിരുന്നു, സ്വയം അതിന് കിട്ടുമായിരുന്നു. അഴിച്ചു വിട്ടതുമില്ല, കെട്ടിയിട്ട് ആ പൂച്ചക്കൊന്നും കൊടുക്കാതെ ആ കയറിൽ കിടന്ന ആ പൂച്ച ചത്തു. അതിന്റെ കാരണമായിട്ട് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന, പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്ന പെണ്ണ് മുത്തുനബി പറയാ നരകത്തിൽ പോയി. എന്നിട്ട് മുത്തുനബി പറയാ വേറെ ഒരു പെണ്ണ്, നിങ്ങളുടെ മുൻഗാമികളിൽ വേറെ ഒരു പെണ്ണുണ്ടായിരുന്നു. അവൾ ബഗിയായിരുന്നു, വേശ്യയായിരുന്നു, തേവിടിസിയായിരുന്നു. വേശ്യാവൃത്തി കഴിഞ്ഞു വരിക, വേശ്യാവൃത്തി കഴിഞ്ഞു വരിക. എവിടെന്നോ വേണ്ടാത്തര നടത്തിയിട്ട് അവിടുന്ന് ഇങ്ങനെ വരിക. അവളെ കെട്ടുമാറാപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ വരിക. അപ്പോ ഒരു വെള്ളക്കുഴിയുടെ അടുത്ത് ഒരു ചെറിയ തടാകം, ആ തടാകം കുറച്ച് ആഴമുള്ള ഒരു കുഴി. ആ ആഴമുള്ള കുഴിയുടെ വക്കത്ത് എന്ന് പറഞ്ഞാൽ കിണറൊക്കെ ആകുമ്പോ, ഒരു ചെറിയ കിണറാന്ന് കൂട്ടിക്കോ, ആ കിണറൊക്കെ ആവുമ്പോ അവിടെ വെള്ളം കോരിയാൽ കിണറ്റിൻകരയിൽ ചെന്നാൽ എപ്പോഴും ഒരു പൂലുണ്ടാവും അല്ലെ, ഒരു നനവ്. അവിടുത്തെ മണ്ണ് എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കും, കാരണം വെള്ളം കോരി ഒഴിക്കുന്ന ആ നനവിൽ. അങ്ങനെ ഒരു പട്ടി വന്നിട്ട് വല്ലാതെ ദാഹിച്ചിട്ടുണ്ട്. അത് നാവ് ഇങ്ങനെ പുറത്തേക്ക് നീട്ടിയിട്ട് ഈ നനഞ്ഞ മണ്ണിൽ ഇങ്ങനെ നക്കുന്നുണ്ട്. അപ്പൊ ഈ പെണ്ണിന് തോന്നി ഈ പട്ടിക്ക് ദാഹിക്കുന്നുണ്ട്. തൊട്ട 7 വട്ടം കഴുകേണ്ട പട്ടിന്റെ കഥയാ പറഞ്ഞ. മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടടക്കം 7 വട്ടം കഴുകണം എന്ന് പറഞ്ഞ അയിന് നജസും അല്ല, മുഗല്ലളായ ആയ ഗൗരവമുള്ള നജസാണ്. ഈ പട്ടി ഈ നനഞ്ഞ മണ്ണ് കപ്പുന്നത് കണ്ടപ്പോ പെണ്ണിന് മനസ്സിലായി ഇതിന് ദാഹിക്കുന്നുണ്ട്. പെണ്ണ് തന്റെ കെട്ടുമാറാപ്പും കയ്യിലുണ്ട്. ഇത് കീറിയിട്ടൊരു കയറുണ്ടാക്കി, ഈ ശീലോണ്ടൊരു കയറുണ്ടാക്കി. എന്നിട്ട് ഇവള് ധരിച്ചിരുന്ന ഷൂ, ആ ഷൂ അഴിച്ചിട്ട് ഇതിൽ കെട്ടിയിട്ട് ആ കുഴിയിലേക്ക് താഴ്ത്തി, എന്ന് പറഞ്ഞാൽ ഷൂ തൊട്ടിയാക്കി ഈ ശീലകഷ്ണം കയറുവാക്കി. എന്നിട്ട് ഇങ്ങനെ താഴ്ത്തിയിട്ട് വെള്ളം കോരി, ഒരു ഷൂ വെള്ളം കോരി ഈ ദാഹിക്കുന്ന പട്ടിക്ക് ഇങ്ങനെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഹത്താ അറുവത്തുഹു മിറാറ. റസൂലുള്ള പറയാണ് പല തവണ ആ പട്ടിക്ക് ഇങ്ങനെ കോരിയിട്ട് കൊടുത്ത് ദാഹം തീർത്തു ഈ പെണ്ണ്. പട്ടി സന്തോഷത്തോടെ ദാഹം തീർത്ത് തിരിച്ചുപോയി. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ദഖലത്തിൽ ജന്ന, തേവിടിശിയായ ആ പെണ്ണ് സ്വർഗത്തിൽ കടന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ പെണ്ണ് സ്വർഗത്തിൽ പോയി. 24 മണിക്കൂർ സുജൂദിൽ കിടന്ന പെണ്ണ് നരകത്തുക്കും പോയി. എന്താ കാരണം? അല്ലാഹ് റഹ്മത്ത് മനസ്സിൽ തരണം. പാവങ്ങളെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാവണം. സാധുക്കളെ കാണണം. ഭക്ഷണം കഴിക്കാൻ ആരാ വകയില്ലാത്തതെന്ന് നോക്കണം. ഇതൊക്കെ നോക്കിയെങ്കിലേ പടച്ചോന്റെ റഹ്മത്ത് കിട്ടുള്ളൂ. അള്ളാന്റെ റഹ്മത്ത് ചോദിച്ചു വാങ്ങണം സഹോദരങ്ങളെ. അത് വാങ്ങാൻ നമുക്കറിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാ, എത്രയോ മനുഷ്യന്മാരുണ്ട് സുജൂദിൽ എഴുന്നേൽക്കാത്ത, ഒരു നല്ല മനുഷ്യന്മാരാ, പക്ഷെ ഓലെ സ്വഭാവം വളരെ മോശമാണ്. ഒന്നിനും പറ്റാത്ത മനുഷ്യന്മാർ, അയൽവാസിക്ക് വെള്ളം പോലും കൊടുക്കാത്തവർ. ഇപ്പൊ വേനൽക്കാലമൊക്കെ വരികയാണ്, എന്ത് റഹ്മത്താ പിന്നെ നമ്മളെയൊക്കെ മനസ്സിലുള്ളത്?
അയൽവാസി വെള്ളം കോരാൻ പോലും, നമ്മളെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പോലും അയൽവാസികളെ അനുവദിക്കാത്തവരുണ്ട്. റസൂലുള്ള പറഞ്ഞു, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, വെള്ളത്തിൽ ജനങ്ങൾ എല്ലാവരും പങ്കുകാരാണ്. വെള്ളത്തിൽ ജനങ്ങളൊക്കെ പങ്കുകാരാണ്. വെള്ളം, തീയ്, ഈ സംഗതികളൊക്കെ, വെളിച്ചം, വെള്ളം, തീ, ഇതിലൊക്കെ എല്ലാവരും പങ്കുകാരാണ്. നമ്മളെ തൊടുവില് നമ്മൾ കുത്തിയ കിണറില്ലേ, ഈ കിണറിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ? ആ കിണർ ആരുടേതാണ്? നിങ്ങളെ തൊടുവില് നിങ്ങൾ കാശ് മുടക്കി കുത്തിയ കിണർ ആരുടേതാണ്? നിങ്ങളത്. പക്ഷെ ആ കിണറ്റിലെ വെള്ളം ആരുടേതാണ്? എല്ലാവരുടേതും. അപ്പോഴേ ഒരു മനുഷ്യൻ മുഅ്മിനാവുള്ളൂ. അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കണം. ആ കിണറ്റിലെ വെള്ളം എല്ലാവരുടേതുമാണ്. 3 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്: വെള്ളം, തീയ്, പുല്ല്. വെള്ളം, തീയ്, പുല്ല്. അന്നാസു ശുറകാഉ ഫീ സലാസ്. ജനങ്ങൾ 3 വിഷയത്തിൽ എല്ലാവർക്കും എല്ലാവരുടേതിലും പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളം, തീയ്, പുല്ല്. ഇതിന്റെ പേരിലൊന്നും കത്തിയും വടിയെടുക്കരുത്. അവിടുത്തെ ആട് നമ്മളെ തൊടുവിലെ പുല്ല് 2 തിന്നു എന്നുള്ളതിന്റെ പേരിൽ, നമ്മളെ വീട്ടിൽ പ്രത്യേകിച്ച് പശു ആടൊന്നുമില്ല, എന്നാലും ഈ പുല്ല് ആർക്കും കൊടുക്കൂല. ഇത് അരിയാനും അനുവദിക്കൂല, തിന്നാനും അനുവദിക്കൂല. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, റഹ്മത്തില്ലാത്തവൻ, സ്നേഹമില്ലാത്തവൻ, വരണ്ട ഹൃദയക്കാരൻ, അവൻ അല്ലാഹു സ്വർഗം കൊടുക്കൂല. ഉറപ്പാണ്. സ്വർഗം കിട്ടണോ? ഖൽബിന് അലിവ് വേണം. ഖൽബിന് അലിവ് വേണം. കൂട്ടുകാരനെ സ്നേഹിക്കാൻ അറിയണം. അവനോട് സിമ്പതി തോന്നണം. സഹതാപമില്ലാത്തവനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല മനസ്സോടെ അവനെ റഹ്മത്ത് ചെയ്യില്ല, അവന് കാരുണ്യം നൽകുകയില്ല. ഏറ്റവും വലുത് നമ്മളെ ഭാഗത്തുനിന്ന് വേറുള്ളവരോട് റഹ്മത്ത് കാണിക്കണം. അപ്പോഴാണ് റഹ്മാനായ റബ്ബ് നമുക്ക് റഹ്മത്ത് തരിക. അപ്പോഴാണ് റബ്ബ് നമ്മൾക്ക് റഹ്മത്ത് തരിക. നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോ അല്ലാഹു തആല അങ്ങോട്ടും തരും. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു വലിയ വിഷയം ഉണ്ടായിരുന്നു. ലഹാഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് ഇബ്നു മസ്ലമയും തമ്മിൽ ഒരു ചെറിയ തർക്കം. മുഹമ്മദ് ഇബ്നു മസ്ലമക്ക് ലഹാഖ് റളിയല്ലാഹു അൻഹുവിന് മുഹമ്മദ് ഇബ്നു മസ്ലമയുടെ തൊടിയിലൂടെ, അയാളുടെ പറമ്പിലൂടെ എന്ത് ചെയ്യണം? അയാളുടെ പറമ്പിന്റെ ഒരു ഭാഗത്തിലൂടെ ഇയാളെ പറമ്പും കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു വയലുണ്ട്. ആ വയലിലേക്ക് വെള്ളം കൊണ്ടുപോകണം. അതിനൊരു ചെറിയ കൈത്തോട് ഇങ്ങനെ കൊണ്ടുപോകണം. ലഹാഖ് റളിയല്ലാഹു അൻഹു ഇയാളോട് ചോദിച്ചു, ഞങ്ങളെ പറമ്പിന്റെ ഒരു അരുവിലൂടെ, ഒരു സൈഡിലൂടെ ഒരു ചെറിയ തോട് ഇങ്ങനെ വെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു. ഇയാൾ പറഞ്ഞു, പറ്റൂല. എന്റെ തൊടുകൂടെ റോഡ് കൊണ്ടുപോകാൻ പറ്റൂല. അല്ല, റോഡല്ല, തോട് കൊണ്ടുപോകാൻ പറ്റൂല. തോട് കൊണ്ടുപോകാൻ പറ്റൂല. ചെറിയ ഒരു കൈത്തോട്. എന്നാലോ ഇയാൾക്ക് വിശാലമായ തോട്ടങ്ങളുണ്ട്. ഇങ്ങനെ ഒരു തോട് പോവുകയാണെങ്കിൽ ഇതിന്റെ ഇടക്കൊക്കെ ഇയാൾക്ക് വേണമെങ്കിൽ വെള്ളം, ഈ തോട് മുറിച്ച് ഇയാളെ വെള്ളം കൂട്ടാം. അങ്ങനെ ഗുണമൊക്കെ അതിനുണ്ട്. ഇയാള് പറഞ്ഞു, തസ്ഖീ ബിഹി അവ്വലം വാഹിറ. നിങ്ങൾക്ക് അതുകൊണ്ട് ആദ്യം അവസാനം ഒക്കെ നനക്കാലോ. ഇത് പോകുന്ന വഴിയിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ തോട്ടത്തിലേക്ക് വെള്ളം നനക്കാം. ഇന്ന് നിങ്ങൾ വലിയ മുതൽ മുടക്കിൽ നനക്കുന്ന വെള്ളം നിങ്ങൾക്ക് മുതൽ മുടക്കില്ലാതെ നനക്ക് ഞാൻ ഈ തോട്ടിന്ന് വെള്ളം തരണം. ഞാൻ നിങ്ങളുടെ പറമ്പിലൂടെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ ഈ തോട്. ഇയാൾ പറഞ്ഞില്ല, പറ്റൂല. കേസ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുത്തെത്തി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തെത്തിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഇയാളെ വിളിപ്പിച്ചു, മുഹമ്മദ് ഇബ്നു മസ്ലമയെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, അല്ല പാവം ലഹാഖ് നിങ്ങളുടെ പറമ്പിലൂടെ ആ കൈത്തോട് ഇങ്ങനെ കൊണ്ടുപോകാൻ ചോദിക്കുന്നുണ്ട്, ഒന്ന് കൊടുത്തൂടെ? ഒരു വലിയ സഹകരണമല്ലേ, നിങ്ങൾ കൊടുത്തൂടെ? ഇയാൾ പറഞ്ഞു, പറ്റൂല. അപ്പൊ പറഞ്ഞു, കൊടുക്കണം. കൊടുക്കൂലെന്ന് ഇയാൾ, എന്റെ പറമ്പിലൂടെ കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കൂല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ മനുഷ്യ, അതിന്റെ ഉപകാരം നിങ്ങൾക്കും കിട്ടൂലേ? നിങ്ങൾക്ക് നിങ്ങളെ തോട്ടം എവിടെ നനക്കണമെങ്കിലും നനക്കാം, മുടക്കില്ലാതെ നിങ്ങൾക്ക് നനക്കാം. അതോടൊപ്പം ഈ മനുഷ്യനെ വലിയൊരു ഉപകാരം ചെയ്തു കൊടുക്കലും ആകൂലേ? ഇനി നിങ്ങൾ ചിന്തിച്ചിട്ട് മറുപടി പറയും. നിങ്ങൾ കുറച്ചേരം ചിന്തിച്ചിട്ട് പറഞ്ഞു, ഒരു നിലക്കും ഞാൻ അതിന് സമ്മതിക്കൂല. അപ്പൊ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എവിടെയാ ലഹാഖ് എന്ന് ചോദിച്ചു.
ഉമർ റളിയല്ലാഹു അൻഹു ലഹാഖ് എവിടെ? അപ്പോൾ ലഹാഖ് ഇങ്ങനെ വന്നു എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലയമുറന്ന ബിഹി വലൗ അലാ ബത്നിക്. നോക്കുങ്ങൾ ആ പദത്തിന്റെ അർത്ഥം, വല്ലാഹി ലയമുറന്ന ബിഹി വലൗ അലാ ബത്നിക്. അല്ലാഹുവാണ് സത്യം, ലഹാഖ് ആ തോട് നിന്റെ പറമ്പിലൂടെ കൊണ്ടുപോകും, വലൗ അലാ ബത്നിക് അത് നിന്റെ നെഞ്ചത്തൂടെ ആണെങ്കിൽ നെഞ്ചുമോടെയാണ് കൊണ്ടുപോകുന്നത്. തടുക്കാൻ പറ്റുന്നെങ്കിൽ നിന്റെ നമ്മൾ സാധാരണ പറയുന്ന പ്രയോഗം അല്ലെ, റോഡൊക്കെ വെട്ടാൻ അനുവദിക്കാതെ കാരണം നെഞ്ചത്തൂടെ കൊണ്ടുപോകാറില്ലേ റോഡ്. അങ്ങനെ റളിയല്ലാഹു പറയാം, വലൗ അലാ ബത്നിക് നിന്റെ നെഞ്ചത്തു കൂടെ കൊണ്ടുപോകാ തോടുക, തടുക്കാണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം വരൂല. റളിയല്ലാഹു പറഞ്ഞു തോടങ്ങോട്ട് വെട്ടി. ഇങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ട്. റഹ്മത്ത് എന്താണെന്ന് കരുണ തീരെ ഹൃദയത്തിൽ ഇല്ലാത്തത്. ഇവർക്ക് ഇവിടുന്ന് റഹ്മത്ത് കിട്ടാനാ? വഹബ് ലനാ മിൻ ലദുൻക റഹ്മത്തൻ എന്ന് ദുആർന്ന് നാവ് കടയാന്നല്ലാതെ ഇവർക്ക് റഹ്മത്ത് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം റഹ്മത്തുള്ളവരാവണം. എന്നിട്ട് ചോദിക്ക, അല്ലാഹ് റഹ്മത്ത് തരും. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, പടച്ചോനെ നിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് കരുണ തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് കാരുണ്യം നൽകണേ അല്ലാഹ്. ഇന്നക അൻതൽ വഹാബ്, നിന്റെ ഭാഗത്ത് നിന്ന് കാരുണ്യം ഞങ്ങൾക്ക് വെറുതെ തരണം. ഇന്നക അൻതൽ വഹാബ്, പടച്ചവനെ നീ വഹാബാണ്, നീ ധാരാളമായി വെറുതെ തരുന്നവനാണ്. ഇന്നക അൻതൽ വഹാബ്, നീ എല്ലാം വെറുതെ തരുന്നവനാണ്. എന്തിനാ പടച്ചവനോട് ഇങ്ങനെ പറഞ്ഞത്? ഇന്നക അൻതൽ വഹാബ്, അല്ലാഹു വഹാബായതുകൊണ്ട് തന്നെ. അല്ലാഹു വഹാബാണെന്നതിന് ഇമാം ഗസാലി കൊടുത്തൊരു വ്യാഖ്യാനമുണ്ട്. അല്ലാഹു വഹാബാണെന്നതിന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കൊടുത്ത ഒരു വ്യാഖ്യാനമുണ്ട്. എത്ര നല്ല വ്യാഖ്യാനമാണതെന്നറിയോ? മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹു വഹാബാണ്, വെറുതെ തരുന്നവരാണ്. വെറുതെ തരാന്നാൽ ഞമ്മക്ക് അല്ലാഹ് തന്നതിനൊന്നും നമ്മൾ അല്ലാഹ്ക്ക് തിരിച്ചൊന്നും കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ടോ? നമുക്ക് സ്വത്ത് തന്നു, നമ്മൾ അല്ലാഹ്ക്ക് 5 പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? നമുക്ക് മക്കളെ തന്നു, നമ്മൾ പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. വെറുതെ അല്ലേ ഒക്കെ തന്നത്? ആണ്. അവിടെ ഇമാം ഗസാലി പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും എന്റെ മനസ്സിനെ സ്വാധീനിച്ചത്, ചോദിക്കുക പോലും ചെയ്യാതെ തരുന്നവനാണ് അല്ലാഹു. വെറുതെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ, ചോദിച്ചിരുന്നെങ്കിൽ അതൊരു മുടക്കാന്ന് പറയാം. ഞാൻ ആ മുതലാളിന്റെ മുമ്പ് പോയി കൈ കാട്ടി എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ച് പലവട്ടം കൈ കാട്ടിയപ്പോഴാണ് അയാൾ തന്നത്. അപ്പൊ ചോദ്യം ഒരു മുടക്കാണല്ലോ അല്ലെ? കാര്യമായ മുടക്കല്ലെങ്കിലും ചോദിക്കലും ഒരു മുടക്കാണല്ലോ. കാര്യമായ മുടക്കല്ല, എന്നാലും ചോദ്യവും ഒരു മുടക്കാണ്. നാവിന് മുടക്കുണ്ടല്ലോ. അവിടെയാണ് ഏത് ചെയ്യുന്നത്? പടച്ചോൻ ചോദിക്കുക പോലും ചെയ്യാതെ തരുന്നവനാണ്. വഹാബിന് ഇമാം ഗസാലി കൊടുത്ത അർത്ഥം അല്ലാഹു തആല യുഅ്തീക ബിലാ സുആൽ, ചോദിക്കുക പോലും ചെയ്യാതെ നിനക്ക് തരുന്നവനാ. പിന്നെ വഹാബ് തന്നെയല്ലേ? അതെവിടെയെന്നറിയാം. അതിന് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊന്ന് സ്വയം കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മളെ കയ്യിലുള്ള അനുഗ്രഹങ്ങൾ ചോദിച്ചിട്ട് കിട്ടിയതാണോ കൂടുതൽ, ചോദിക്കാതെ കിട്ടിയതാണോ കൂടുതൽ? അധികവും ചോദിക്കാതെ കിട്ടിയതാണ്. ഞാൻ ദ്വാരന്നിട്ട് കിട്ടിയെന്ന് നിങ്ങൾ പറയാൻ പറ്റുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരാളെ എഴുന്നേൽപ്പിച്ചിട്ട് ചോദിക്കാണ്, നിങ്ങൾ ദ്വാരന്നിട്ട് കിട്ടിയത് നിങ്ങളൊന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞാല്, ദ്വാരന്നിട്ട് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഞാൻ അയാളത് ഓർത്തെടുക്കാൻ തന്നെ പ്രയാസപ്പെടും. കഅബത്തിന്റെ അടുത്ത് ചോദിച്ചത് അവിടുന്ന് ചോദിച്ചു, ഇവിടെ വന്നപ്പോൾ നേരെ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പല രാത്രികളിലും പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് ചോദിച്ചപ്പോൾ കിട്ടിയതുണ്ടാകും. ഖുർആൻ ക്ലാസ്സിൽ ദുആ ചെയ്യിപ്പിച്ചപ്പോൾ ഉത്തരം കിട്ടിയതുണ്ടാവും. നമ്മൾ ചോദിച്ചിട്ട് കിട്ടുന്ന കുറെ ഉണ്ട്. പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 50-ലധികം സംഭവങ്ങൾ ഇതെണ്ണ ഉണ്ടാവുമോ? ഞാൻ ചോദിച്ചിട്ട് കിട്ടിയത് എന്ന് പറയാൻ. ബാക്കിയുള്ളതൊക്കെ പടച്ചോൻ തന്ന് നമ്മൾ ചോദിക്കുക പോലും ചെയ്യാതെയാണ്. ഇനി പോവട്ടെ, നമ്മളെ അല്ലാഹു ഉണ്ടാക്കി. നമ്മളെ ഉണ്ടാക്കുന്നതിന്റെ മുമ്പ് നമുക്ക് ആവശ്യമായതൊക്കെ അല്ലാഹു ഇവിടെ പടച്ചു വെച്ചു അല്ലേ? അപ്പൊ നമ്മളുണ്ടാക്കിയത് നമ്മൾ ചോദിച്ചിട്ടാ? അല്ല, ചോദിക്കാതെ ഉണ്ടാക്കി തന്നു. ആ ഉണ്ടാക്കിയപ്പോ തന്നെ അള്ളാഹ്ക്ക് പട്ടിയായിട്ട് പഠിച്ചുകൂടായിരുന്നു? ഇല്ല. പന്നിയായിട്ട് പഠിച്ചുകൂടായിരുന്നു? ഇല്ല. നല്ല മനുഷ്യനായിട്ട് പഠിച്ചു. നമ്മൾ ചോദിച്ചിട്ടാ? അല്ല. അല്ലാഹ് ഇപ്പൊ നമുക്ക് നൽകിയ നിറം, അല്ലാഹ് ഇപ്പൊ നമുക്ക് നൽകിയ വർഗം, ലിംഗം, അല്ലാഹു തആല ഇപ്പോൾ നമുക്ക് നൽകിയ തടി, ആരോഗ്യം, ഇതൊക്കെ നമ്മൾ ചോദിച്ചിട്ടാ? ദ്വാരന്നിട്ട് വാങ്ങിയതാ? അല്ല. അല്ലാഹ് വെറുതെ തന്നതാണ്. അല്ലാഹു വെറുതെ തന്നതാണ്. ഇന്നക അൻതൽ വഹാബ്, ഇന്നക അൻതൽ വഹാബ്.
നമ്മൾ ഈ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് ഏതേ സുഖമായി ജീവിക്കാൻ പറ്റൂല. പിന്നെ എന്ത് വേണം? ജീവനാധാരമായ സൂര്യൻ നേരത്തെ അവിടെ വേണം, മറ്റു നക്ഷത്രങ്ങൾ വേണം, ആകാശം വേണം, ഭൂമി വേണം, ഓക്സിജൻ വേണം. ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? അല്ലാഹു. നമ്മൾ ചോദിച്ചിട്ടാണോ? അല്ല, അതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് റബ്ബ് റെഡിയാക്കി വെച്ചിരിക്കുന്നു. അല്ലാഹു വഹാബാണ്. നമ്മൾ ചോദിക്കുക പോലും ചെയ്യാതെയാണ് അല്ലാഹു നമുക്കെല്ലാം നൽകിയത്. അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. നല്ലത് മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിൽ നിന്നാണ് ഈ പ്രാർത്ഥനയുടെ മൂല്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇതിൽ നിന്നാണ് ഈ പ്രാർത്ഥനയുടെ മൂല്യം ഉൾക്കൊള്ളേണ്ടത്. ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവരും പഠിക്കണം, കാണാതെ പഠിക്കണം. ഇന്ന് മുതൽ ഞാൻ പറയുന്നു, നിങ്ങൾ എന്നും ദുആ ചെയ്യണം. ഈ ദുആ ജീവിതത്തിൽ ഒരു ഭാഗമാക്കി മാറ്റണം. കാരണം വലിയ വിഷയമാണ് ഹിദായത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെറിച്ച് ഇങ്ങനെ പോവല്ലേ മനുഷ്യന്മാര്. ഹിദായത്ത് നിലനിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. കാരണം പലരും നമ്മളെ പേപ്പിക്കാൻ അങ്ങനെ നടക്കും. അതുപോലെ തന്നെ അള്ളാഹിന്റെ റഹ്മത്തും നമുക്ക് കിട്ടണം. അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടണം. ഈ റഹ്മത്തിനെ പറ്റി ഒറ്റ വിഷയം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ റഹ്മത്തിനെ പറ്റി, അള്ളാഹിന്റെ റഹ്മത്തിനെ പറ്റി അല്ലാഹു തആല അവന്റെ വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിൽ സ്വഹീഹും ദഈഫും ഇല്ലട്ടോ. നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അല്ലേ? അവിടെയാണ് ഈ സ്വഹീഹ് ദഈഫ് എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം. നബി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പാണ് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പാണ്. കാരണം ബുഖാരിയിലും ഉണ്ട്, മുസ്ലിമിലും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖലഖല്ലാഹു റഹ്മത യൗമ ഖലഖഹാ മിഅത റഹ്മ. അല്ലാഹു തആല റഹ്മത്തിനെ പടച്ച അന്ന് റഹ്മത്തിനെ 100 എണ്ണായിട്ടാ പടച്ചത്. 100%, 100% എന്ന് പറഞ്ഞാൽ പൂർണ്ണാണല്ലോ. പിന്നെ അവിടെ അപൂർണതല്ല. ഒരു വിഷയം പൂർണ്ണാകുമ്പോഴാണ് മിയാ ഫിൽ മിയാ എന്ന് പറയാം. 100ൽ 100 എന്ന് പറയുകയാണെങ്കിൽ ഒരു വിഷയം പൂർത്തിയാവും. അപ്പൊ അള്ളാഹിന്റെ റഹ്മത്തിൽ എവിടെയും കുറവില്ല. അള്ളാഹ് റഹ്മത്തിനെ പടച്ചത് 100 എണ്ണമാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അള്ളാഹ് റഹ്മത്തിനെ പടച്ചിട്ടുണ്ട്, അനുഗ്രഹം പടച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ആ കൂട്ടത്തിൽ നിന്ന് ഫഅർസല മിൻഹാ റഹ്മതൻ വാഹിദ, ആ 100 റഹ്മത്തുകളിൽ ഒരെണ്ണം മാത്രമാണ് ഇലൽ ഖൽഖി കുല്ലിഹിം, അള്ളാന്റെ പടപ്പുകൾക്ക് മൊത്തം അല്ലാഹു വിട്ടു തന്നിട്ടുള്ളത്. 100 റഹ്മത്തിൽ 1 മാത്രമാണ് അള്ളാന്റെ പടപ്പുകൾക്ക് അല്ലാഹു വിട്ടു തന്നിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് വിട്ടു തന്നത് 1 മാത്രം. 99 അള്ളാന്റെ അടുത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. അങ്ങോട്ട് വിട്ടു തന്നിട്ടില്ല. അള്ളാന്റെ അടുത്ത് തന്നെയാണ്, നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സുഖവും സൗകര്യവും ഒക്കെ അല്ലേ ഏത് നമ്മെ കണ്ണഞ്ചിപ്പിക്കുന്ന സുഖ സൗകര്യങ്ങള്? ഇത് ഒരു റഹ്മത്തിന്റെ പൊട്ടാ, ഒരു റഹ്മത്തിന്റെ പൊട്ട്. പടച്ചോനെ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ. ഒരു റഹ്മത്തിന്റെ പൊട്ടാ നമ്മൾ ഈ കാണുന്നതെങ്കിൽ ഈ ഒരു റഹ്മത്തിന്റെ പൊട്ടിനും കഷ്ണത്തിനും ആണല്ലോ നമ്മൾ മനുഷ്യനെ കൊല്ലണത്, അല്ലേ? ആണ് മനുഷ്യനെ കൊല്ലണത്. ഈ ഒരു റഹ്മത്തിന്റെ പൊട്ട് കിട്ടാനാണല്ലോ നമ്മള് പെങ്ങന്മാരോട് തെറ്റണത്, അല്ലേ? ഒന്ന് മനസ്സിൽ തട്ടി ആലോചിക്കാൻ വേണ്ടി പറയാം. ഈ ഒരു റഹ്മത്തിന്റെ പൊട്ട് കിട്ടാനാണല്ലോ നമ്മൾ ഉമ്മാനെ വെറുപ്പിക്കുന്നത്. ഈ ഒരു റഹ്മത്ത് ഓഹരി ചെയ്യുന്നിടത്ത് എന്ന് പറഞ്ഞാൽ ലോകത്ത് എല്ലാ മനുഷ്യന്മാർക്കും കൂടെ കൊടുത്ത സ്വത്താണല്ലോ ഈ ഒരു റഹ്മത്ത് എന്ന് പറഞ്ഞത്. ഇതിന്റെ പൊട്ടും തെല്ലും കിട്ടാനാണ് നമ്മൾ ഉമ്മാനെ വെറുപ്പിക്കുന്നത്, വാപ്പാനെ വെറുപ്പിക്കുന്നത്, ജ്യേഷ്ഠാനുജന്മാര് തെറ്റുന്നത്, പെങ്ങന്മാരുമായിട്ട് പിണങ്ങുന്നതും ഒക്കെ ഇതിന്റെ പേരിലാണ്. സ്വത്തൊക്കെ ഓഹരി ഭാഗം ചെയ്യുമ്പോൾ പലപ്പോഴും കാണുന്ന ഒരു ദുരവസ്ഥയാണ്. എന്നാൽ അള്ളാഹു പറയാണ് 99 റഹ്മത്ത് അല്ലാഹ് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തിനാണിത്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെയും കൂടെ കാണാം. നബി തങ്ങൾ പറഞ്ഞു, 99 അനുഗ്രഹങ്ങൾ അല്ലാഹു മാറ്റി വെച്ചിരിക്കുന്നത് യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ.
യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. 99 എണ്ണം അള്ള മാറ്റിവെച്ചത് എന്തിനാണ്? ഈ ഒരു റഹ്മത്ത് എന്ന് പറഞ്ഞതേ ആരും മനസ്സിലാക്കരുതിട്ട് നമ്മളെ പെരയിലുള്ള സ്വത്താണ് അല്ല, ലോകത്ത് മുഴുവൻ ഉള്ളതാ പറഞ്ഞത്, കടലിലും കരയിലും ഉള്ളതാ പറഞ്ഞത്, എല്ലാം കൂടെ ആ ഒരു റഹ്മത്ത്. പിന്നെ 99 എണ്ണം എവിടെ? അള്ളാന്റെ അടുത്ത്. എന്തിനാ പടച്ചോനെ ഇത് എടുത്തു വെച്ചത്? നമുക്കൊന്നും കാണിച്ചു തരാതെ പൂത്തി വെച്ചത്, ഒളിപ്പിച്ചു വെച്ചത് എന്തിനാ? നാളെ അന്ത്യദിനത്തിലെ ഖിയാമത്ത് നാളിന്റെ അന്ന് പരലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ച, നോമ്പ് നോറ്റ, ഖുർആൻ ഓതിയ, അള്ളാന്റെ പടപ്പുകളെ സ്നേഹിച്ച ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു അത് മാറ്റിവെച്ചത്. അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയാ പടച്ചോൻ ഇത് മാറ്റിവെച്ചത്. അവരെ സുഖിപ്പിക്കാൻ വേണ്ടി, നല്ല മനുഷ്യന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എത്രയായിരിക്കും സ്വർഗത്തിലെ സുഖം? ഒന്നാലോചിച്ച് നോക്ക്. സ്വർഗത്തിലെ സുഖം എത്രയായിരിക്കും? ഈ ഭാഷയിൽ ഇങ്ങോട്ട് പറയുമ്പോഴാണ് സ്വർഗം എന്താന്ന് മനസ്സിലാകുക. 99 ഈ 99 അനുഗ്രഹങ്ങൾ ഒരുമിച്ചായിട്ട് തരാൻ പോവുക സ്വർഗത്തിൽ. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, സ്വർഗത്തിൽ നിങ്ങൾ കാണാത്തതാ, കേൾക്കാത്തതാ, ചിന്തിക്കാൻ കഴിയാത്തതാ കിട്ടാൻ പോണത്. അത് തിരിയണമെങ്കിൽ ഈ ഒരു റഹ്മത്തിന്റെ പൊട്ടും തെല്ലും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ ചെയ്യുന്നത്? ആ 99 നഷ്ടപ്പെടുത്തുകയാണ് അല്ലെ? ഇതിനു വേണ്ടി അവിഹിതമായി ഇത് നേടാൻ ശ്രമിച്ചാൽ ആ 99 നഷ്ടപ്പെടും. പക്ഷെ ഒരു പ്രശ്നവുമില്ല. എങ്ങനെയെങ്കിലും ഇവിടെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്നുള്ള നിയ്യത്ത് മാത്രമായി മാറുകയാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ഒരു ദുരന്തമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ദുനിയാവിലെ റഹ്മത്തിനൊന്നും ഒരു കഥയില്ല. ഉണ്ടായാൽ അൽഹംദുലില്ലാ അല്ലെ, നല്ല നിലക്ക് പഠിച്ചോ, ഹലാലായ മാർഗത്തിൽ തന്ന അൽഹംദുലില്ലാ. അല്ലെങ്കിൽ എന്താണ് ഈ ദുനിയാവിലെ സമ്പത്ത് കൊണ്ട് ഒരു കാര്യമുള്ളത്? എന്താ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ദുനിയാവിലെ സമ്പത്ത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. അത് ആ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാകുക. ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയാം. റബ്ബനാ ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹി ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക ജാമിഉൻ നാസ്, തീർച്ചയായിട്ടും നീ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നവനാണ്. ലിയൗമിൻ ലാ റൈബ ഫീഹി, സംശയമില്ലാത്ത ഒരു നാളിലേക്ക്. ഒരു നാള്, ഖിയാമത്ത് നാള്, അത് വരുന്നുള്ള കാര്യത്തിൽ ലാ റൈബ ഫീഹി, അതിൽ സംശയമില്ല. അങ്ങനത്തെ ഒരു നാള് വരാനുണ്ട്, ഉറപ്പുള്ള ഒരു നാള്. ആ നാളിലേക്ക് നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുമല്ലോ അല്ലാഹ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അല്ലാഹു വാഗ്ദത്തം ലംഘിക്കാത്തവനാണ്. അല്ലാഹ് പറഞ്ഞു, അങ്ങനെ ഒരു ദിവസം ഉണ്ടാകും, അന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കും. പടച്ചോനെ, ആ ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുന്നു. അതുണ്ടാവുന്ന ഉറപ്പാണ്, അതുണ്ടാവും എന്നുറപ്പാണ്. ആ ദിവസം വരുമോ എന്ന് പേടിച്ചിട്ടാ റബ്ബേ പറഞ്ഞത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ഒരു 3 വട്ടം ചൊല്ല്, ഖൽബിൽ തട്ടി ചൊല്ലണം. റബ്ബേ, ഞങ്ങൾക്ക് ഹിദായത്ത് തന്നതിന്റെ ശേഷം ഞങ്ങളെ ഖൽബുകളെ പിഴപ്പിക്കരുത്. നീ ഞങ്ങൾക്ക് റഹ്മത്ത് വെറുതെ തരണം. നീ വെറുതെ തരുന്നവനാണ്. അതാണ് ഇതിന്റെ അർത്ഥം. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുസിഗ്, നീ പിഴപ്പിച്ച് കളയരുത്. ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ, ബഅദ ഇദ് ഹദൈതന, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ ശേഷം, വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് റഹ്മത്ത് തരണം, വെറുതെ തരണം റഹ്മത്ത്. ഇന്നക അൻതൽ വഹ്ഹാബ്, നീ എല്ലാം വെറുതെ ഓശാരമായി തരുന്നവനാണ്. ഇതാണ് ഇതിന്റെ അർത്ഥം. ഈ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു 3 വട്ടം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ദുആ ചെയ്യണം. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മുസ്തഫ ഈ പള്ളിയുടെ പ്രവർത്തകരിൽ ഒരാളാണ്. നമ്മളെപ്പോഴും ഇതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കുറെ ആളുകളുണ്ട്. എപ്പോഴും നമ്മൾ കേൾക്കുന്ന പേരുകളാണ്. ഈ പേരുകളുടെ കൂട്ടത്തിലുള്ള ഒരു പേരാണ് മുസ്തഫയുടെ പേര്. അദ്ദേഹത്തിന്റെ ഉമ്മ അടുത്ത ദിവസം മരണപ്പെട്ടു പോയി. അവരെന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു, വിരാമാഷൊക്കെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് എത്താനും കഴിഞ്ഞില്ല. ഇന്ന് അദ്ദേഹം ഒരു പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേരിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അള്ളാഹു ആ ഉമ്മക്ക് പുറത്തു കൊടുക്കട്ടെ, ആ ഉമ്മക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഈ പറഞ്ഞ റഹ്മത്ത് ആ ഉമ്മക്ക് അല്ലാഹു നൽകട്ടെ.
ഈ റഹ്മത്ത് കൊണ്ട് ആ ഉമ്മാനെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. ഈ റഹ്മത്ത് കൊണ്ട് ആ ഉമ്മാനെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. പടച്ചോനെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ, നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ആ ഉമ്മാക്ക് നീ സന്തോഷം നൽകണേ അല്ലാ, റഹ്മത്ത് നൽകണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ, ഖബർ ജീവിതം നന്നാക്കി കൊടുക്കണേ അല്ലാ, നാളെ കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. പടച്ചോനെ ഞങ്ങളെയൊക്കെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ, ഞങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അതുകൊണ്ട് ഇത് ഒന്നൊന്ന് മനസ്സിൽ തട്ടിയിട്ട് എല്ലാവരും ഒരു 3 വട്ടം ദുആ ചെയ്യുക. അത് കാണാതെ പഠിപ്പിക്കലും കൂടെയാണ് എന്റെ ലക്ഷ്യം. എന്നിട്ട് പഠിക്കാത്തവർ ചൊല്ലി പഠിക്കണം. സൂറത്തു ആല ഇമ്രാൻ 8-ാമത്തെ ആയത്ത്, സൂറത്തു ആല ഇമ്രാനിൽ 8-ാമത്തെ ആയത്ത്. അത് പഠിച്ചിട്ട് എല്ലാ വഖത്തിലും ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊണ്ട് ദ്വാരക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാം. അല്ലാഹ് രക്ഷപ്പെടുത്തി തരട്ടെ, അല്ലാഹ് രക്ഷപ്പെടുത്തി തരട്ടെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. പടച്ചോനെ ഈ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാഹ്, ഈ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാഹ്, ഈ സദസ്സിനെ നീ തട്ടല്ല അല്ലാഹ്, ഈ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാഹ്, ഈ സദസ്സിനെ നീ തട്ടിക്കളയല്ല അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഹിദായത്ത് നിലനിർത്തി തരണേ. ഞങ്ങളെ മുൻഗാമികൾ, നിന്റെ സ്വാലിഹീങ്ങളായ അടിമകൾ, ഇമാമിയങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച ആശയത്തിലും ഉറച്ചു നിൽക്കാൻ, ഞങ്ങളെ ഖൽബിന് വ്യതിയാനം സംഭവിക്കാതിരിക്കാൻ റബ്ബേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇന്ന് മുസ്തഫയുടെ ഉമ്മക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം പെട്ടെന്ന് ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല നിലക്കാണ് നടക്കുന്നതിന്റെ ഇടയിൽ അങ്ങ് മരിച്ചതാ. അള്ളാഹു നമുക്കൊക്കെ നല്ല നിലക്ക് മരിക്കുന്ന നേരത്ത് നല്ല റാഹത്തിൽ മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാ വേണ്ട. എപ്പം മരിച്ചാലും മർഹബ അല്ലേ, എപ്പോൾ മരിച്ചാലും മർഹബ. മരിക്കാൻ പേടിയുണ്ടോ? മരിക്കാൻ പേടിക്കുന്നതിലൊന്നും ഒരർത്ഥമില്ല. അള്ളാഹിനോട് ദീർഘായുസ് ചോദിക്കാൻ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മരിക്കുമ്പോ ആഖിബത്ത് നന്നായി കിട്ടണം, അവിടെയാ വിഷയം. ആഖിബത്ത് നന്നായി കിട്ടണം, എന്നാ വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ. നമ്മളൊക്കെ ഇനിയിപ്പോ എന്തിനാ ബേജാറാണല്ലേ? 40 കൊല്ലമൊക്കെ ഇപ്പൊ നമ്മൾ ജീവിച്ചില്ലേ, 50, 60 ഒക്കെ ആയവര് കൂട്ടത്തിലില്ലേ, 70 ഒക്കെ കഴിഞ്ഞവരില്ലേ. എന്തിനാ പേടിക്കുന്നത്? ഇനി എത്ര ചെറിയ പ്രായമാണെങ്കിലും അനന്തമായ ഒരു കാലത്ത് സുഖവും സൗഖ്യവും പടച്ചോൻ തരികയാണെങ്കിൽ അതല്ലേ നല്ലത്. അള്ളാഹു അത് സാധിപ്പിച്ചു തരട്ടെ. ദുനിയാവിലെ കഥ അത്ര വലിയ കഥയല്ല, എന്നാൽ ആഫിയത്തിനും തൂലുൽ ഉംറിനും ദീർഘായുസിനും വേണ്ടി ദ്വാരക്കാം മുത്തുനബി പഠിപ്പിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ദ്വാരക്കാം. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആഫിയത്ത് ഇല്ലെങ്കിൽ പിന്നെ മരിക്കല നല്ലത്. എപ്പോഴും ഒരു ദിവസം പോലും കിടക്കുന്നതിൽ ഒരർത്ഥവുമില്ല, വേഗം മരിക്കലാണ് ആഫിയത്തില്ലെങ്കിൽ. കുടുംബത്തെ ചടപ്പിക്കുന്ന ഒരു കാര്യം, അതുകൊണ്ട് നമുക്ക് ഒരു കാര്യവുമില്ല കുടുംബത്തെ ചടപ്പിക്കുന്നതിൽ. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് അല്ലാഹു ഈമാൻ നൽകട്ടെ, നല്ല നിലക്ക് മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒന്ന് ഒരു ഫാത്തിഹ ഓതി ദ്വാരക്കാം. അതിനുള്ള ഒരു സമയം ആർക്കും വിഷമം തോന്നരുത്. സമയം വൈകി എന്ന് തോന്നുന്നവരുണ്ടാവും, പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കും. ഒരു ഫാത്തിഹ ഓതി നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ, ഇതിൽപ്പെട്ട ആളുകളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് കാര്യത്തിൽ, അവരുടെ ബന്ധുക്കളുടെ കാര്യത്തിൽ, നമ്മുടെ ബന്ധുക്കളുടെ കാര്യത്തിലൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം. ചെയ്യാൻ പറ്റുന്ന വലിയ റഹ്മത്താണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കും. വുളൂഉള്ളവർ ആ നിസ്കാരത്തിലും പങ്കെടുക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അൽ ഫാത്തിഹ.